Debate with Dr. Arun Kumar. ഹലോ, ഗുഡ് ഈവനിങ്. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ എക്സാലോജി കമ്പനിയും കരിമണൽ കമ്പനിയായ CMRL തമ്മിലുള്ള ഇടപാടിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് കോൺഗ്രസ് MLA മാത്യു കുഴൽനാടനും ഗിരീഷ് ബാബുവും നൽകിയ ഹർജി ഹൈക്കോടതി തള്ളി. വിജിലൻസ് കോടതി നേരത്തെ തള്ളിയ ഹർജിയിലെ അപ്പീലിലാണ് പ്രതിപക്ഷത്തിന് വീണ്ടും ഈ തിരിച്ചടി. കോടതിയിൽ മാത്യു കുഴൽനാടന് തെളിവുകൾ നൽകാനായില്ല. ഹാജരാക്കിയത് സംശയം ജനിപ്പിക്കുന്നുവെന്ന് തോന്നുന്ന തെളിവുകൾ മാത്രം. പൊതുപ്രവർത്തകരെ അങ്ങനെ സംശയത്തിന്റെ പേരിൽ മാത്രം വിളിച്ചു വരുത്തുന്നത് അവരുടെ അന്തസ്സിനെയും മാന്യതയും കളങ്കപ്പെടുത്തുമെന്നും കോടതി പറഞ്ഞു. ചുരുക്കത്തിൽ മാത്യു കുഴൽനാടന് ഹൈക്കോടതിയിൽ ഒരു തെളിവും ഹാജരാക്കാനായില്ല. അപ്പീൽ പോകുമെന്ന മാത്യു കുഴൽനാടനെ ശല്യക്കാരനായ വ്യവഹാരിയായി പ്രഖ്യാപിക്കണമെന്ന് CPIM. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമത്തിനേറ്റ് തിരിച്ചടിയെന്ന് മന്ത്രി P. രാജീവ്. പിണറായിയുടെ നാട്ടിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെടുന്നത് വിഡ്ഢിത്തമെന്ന് BJP. കൊട്ടിഘോഷിച്ച കരിമണൽ മാസപ്പിടി വിവാദത്തിൽ പ്രതിപക്ഷത്തിന് ആന്റി ക്ലൈമാക്സ് ആണോ? സൃഷ്ടിച്ചത് പുകമറയാണോ? അതിഥികളായത് മുഖപ്പം അഡ്വക്കേറ്റ് K. അനിൽകുമാർ, CPM പ്രതിനിധി, കോൺഗ്രസ് സഹയാത്രികൻ N. ശ്രീകുമാർ, BJP പ്രതിനിധി അഡ്വക്കേറ്റ് S. ജയസൂര്യൻ, രാഷ്ട്രീയ നിരീക്ഷകൻ A. സജീവൻ എന്നിവരാണ്. ആദ്യം ഞാൻ N. ശ്രീകുമാറിലേക്ക്. N. ശ്രീകുമാർ, ഇത് ഒരു ഉണ്ടയില്ലാ വെടിയായിരുന്നു എന്നാണ് ഇന്ന് CPM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത്. ഇതൊരു ഉണ്ടയില്ലാ വെടിയായിരുന്നുവെന്നും വെറും ഒരു പുകമറ മാത്രമായിരുന്നു CMRL എക്സാലോജിക് മാസപ്പിടി വിവാദമെന്നും ഹൈക്കോടതിയുടെ ഈ വിധിയോടെ തെളിയുകയാണോ? പ്രതിപക്ഷത്തിനേറ്റ തിരിച്ചടിയോ? നോക്കൂ ഡോക്ടർ അരുൺകുമാർ, ഒരു കോടതി വിധി അല്ലെങ്കിൽ കോടതി ഉത്തരവ് ഒക്കെ വരുന്നത് കോടതിയിൽ ലഭിക്കുന്ന ചില തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ്. ഇന്ന് കോടതി പറഞ്ഞിട്ടുണ്ട് മതിയായ തെളിവുകളില്ല എന്നുള്ളത്. മാത്യു കുഴൽനാടൻ കോടതിയിൽ തെളിവുകൾ ഹാജരാക്കിയാൽ വീണ്ടും ഒരു പക്ഷേ ഈ കേസ് പരിഗണിച്ചേക്കും എന്നാണ് നമുക്ക് കിട്ടിയ ആദ്യ റിപ്പോർട്ട്. CPMന് ഇതൊരാശ്വാസമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് അവർ തന്നെ തെളിയിച്ചു കഴിഞ്ഞു. കാരണം ആ വിധി വന്ന ഉടൻ തന്നെ CPMൻ്റെ പ്രമുഖ നേതാക്കളെല്ലാം, അതായത് ഒരു കോടതി വിധിയുടെ ഒരു പരാമർശം, അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതൊരു രാഷ്ട്രീയമായ നിലപാടാണെന്നുള്ള വിജിലൻസിൻ്റെ വിജിലൻസ് കോടതിയുടെ കണ്ടെത്തൽ ഈ കോടതി അംഗീകരിച്ചിട്ടില്ല, ഹൈക്കോടതി അംഗീകരിച്ചിട്ടില്ല. എന്ന് വെച്ചാൽ രാഷ്ട്രീയ പ്രേരിതമാണ് ഈ കേസ് എന്നുള്ളത് അംഗീകരിച്ചിട്ടില്ല നമ്മുടെ ഹൈക്കോടതി. അങ്ങനെ ഇരിക്കെ CPMൻ്റെ നേതാക്കളെല്ലാം ഒറ്റയടിക്ക് എല്ലാവരും ഒരുമിച്ചോട്ട് വരികയാണ്. വന്നിട്ട് പ്രതിപക്ഷ നേതാവ് രാജിവെക്കണം, മാത്യു കുഴൽനാടൻ MLA സ്ഥാനം രാജിവെക്കണം, മാത്യു കുഴൽനാടൻ ഉണ്ടയില്ല വെടിവെച്ചു, മാത്യു കുഴൽനാടൻ ഒരു പെട്ടുപോയി, ഇതൊക്കെ പറഞ്ഞിട്ട് ഇവർ ഇതിനിടയ്ക്ക് പറയുകയാണ് പ്രതിപക്ഷത്തിൻ്റെ മാധ്യമങ്ങളുടെയും ഒരു കെട്ടുകഥയാണെന്ന്. ഇവിടെ ശ്രീ അരുൺകുമാർ, നമ്മൾ ആലോചിക്കേണ്ടത് ഇവിടെ ഒരു വസ്തുതയുണ്ട്, ആരോപണമല്ല. ആ വസ്തുത എന്ന് പറയുന്നത് രണ്ട് കമ്പനികൾ തമ്മിലുള്ള ഒരു ഇടപാടിൽ എക്സാലോജിക് എന്ന കമ്പനിയുടെ അക്കൗണ്ടിലേക്ക് വന്ന 1,72,00,000 രൂപയെക്കുറിച്ച് സേവനം ചെയ്യാതെ പ്രതിഫലം എന്നുള്ള ഒരു കണ്ടെത്തൽ ആദായ നികുതിയുമായി ബന്ധപ്പെട്ട അവരുടെ സംവിധാനം കണ്ടെത്തിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അതൊരു വസ്തുതയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കേസൊക്കെ പോയത്. അതിലൊരുപാട് പേരുടെ പേര് വിവരങ്ങളൊക്കെ CMRL എന്ന കമ്പനിയുടെ ഉടമ ഈ ആദായ നികുതി വകുപ്പിൻ്റെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടാണ് ചർച്ച നടക്കുന്നത്. അല്ലാണ്ട് ഇത് പ്രതിപക്ഷവും മാധ്യമങ്ങളും ഉണ്ടാക്കി കൊണ്ടുവന്നൊരു കഥയല്ല. രണ്ടാമത്തെ കാര്യം, ഇതിനാശ്വാസമാണെന്ന് ഞാൻ പറയാൻ കാരണം 2 ദിവസത്തേക്ക് CPM ഈ വിധി പൊക്കി പിടിച്ചുകൊണ്ട് നടക്കാം. അതായത് ഇന്ന് സതീഷ് ചെറിയാൻ പറഞ്ഞ രസകരമായ വസ്തുതയുണ്ട്. ഞങ്ങൾ തുടർഭരണത്തിലേക്ക് പോവുകയാണ് എന്ന് വെച്ചാൽ തുടർഭരണത്തിലേക്ക് പോകാനുള്ള ഒരു വഴിയാണ് ഈ കോടതിയുടെ ഇന്നത്തെ ഉത്തരവെന്നാണ് അദ്ദേഹം പറയുന്നത്. അത് മാത്രവുമല്ല, CPMനെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായ വിധി എന്ന് പറയുന്നത് അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. കാരണം അവർ ചോദിക്കുന്നത് എന്തിലും ആശ്വാസം, ഇതൊരു അന്തിമ വിധി പോലെയാണ് അവർ കണക്കാക്കുന്നത്. ഇത് സിംഗിൾ ബെഞ്ച് വിധിയാണ്, ഇത് ഡിവിഷൻ ബെഞ്ചുണ്ട്. അതുമാത്രവുമല്ല, ഈ കേസ് അന്വേഷിക്കുന്ന ഈ ആക്ഷേപത്തെക്കുറിച്ച് അന്വേഷിക്കുന്ന കേന്ദ്ര ഏജൻസിയുടെ SFIയുടെ റിപ്പോർട്ട് തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. അത് വേറെ ഏതോ ഒരു കോടതിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കേസ് ഡൽഹിയിൽ എന്തോ നടക്കുന്നുകൊണ്ടാണ് ആ റിപ്പോർട്ട് വരാത്തതെന്നാണ് നമുക്ക് കിട്ടിയ വിവരം. അങ്ങനെയാണെങ്കിൽ ഇത് മാത്യു കുഴൽനാടൻ കൊടുത്ത ഒരു കോടതിയുടെ പരാമർശം മാത്രമാണ്. അതിൽ കോടതി പറഞ്ഞ ശ്രദ്ധേയമായ കാര്യം ഇത് രാഷ്ട്രീയ പ്രേരിതമല്ലെന്നാണ്. രാഷ്ട്രീയ പ്രേരിതമല്ല ആണ് എന്നാണ് വിജിലൻസ് കോടതി കണ്ടെത്തിയത്. രാഷ്ട്രീയ പ്രേരിതമല്ല എന്ന് ഹൈക്കോടതി കണ്ടെത്തിയപ്പോൾ പിന്നെ പ്രതിപക്ഷത്തെയും UDFനെയും മാധ്യമങ്ങളെയും കൂട്ടിക്കെട്ടി മഴവിൽ മുരളി എന്നൊക്കെ പറയുന്നതിൽ എന്താ അർത്ഥമുള്ളത്? ഇതുമായി ബന്ധപ്പെട്ട വിജിലൻസ് കോടതി രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് നിരീക്ഷണം നടത്തിയതിനെ ഹൈക്കോടതി റദ്ദാക്കിയിട്ടുണ്ട്. അതായത് ഈ ഹർജികൾ രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന നിലപാട് നിലനിൽക്കില്ല. എന്നാൽ അതേസമയം മറ്റൊരു കാര്യമുണ്ട് ശ്രീകുമാർ.
ഇതിൽ CMRL ഉദ്യോഗസ്ഥരുടെ ഡയറി ഉദ്ധരിച്ചായിരുന്നല്ലോ മാത്യു കുഴൽനാടൻ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടത്. ആ ഡയറിയാണ് ആകെ തെളിവായിട്ട് പരിഗണിക്കണമെന്ന് പറഞ്ഞത്. ബാക്കി ഒരു തെളിവും ഉണ്ടായിരുന്നില്ല. ഇതിൽ CMRL എന്ന കമ്പനിയോ KMRL എന്ന് പറയുന്ന KRML എന്ന് പറയുന്ന മറ്റൊരു കമ്പനിയോ ഈ കമ്പനികൾക്ക് സർക്കാരിൽ നിന്ന് വഴിവിട്ട എന്തെങ്കിലും സഹായങ്ങൾ ലഭിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിനൊരു തെളിവിൻ്റെ ഒരു രേഖ പോലും ഹാജരാക്കാൻ മാത്യു കുഴൽനാടന് സാധിച്ചില്ല. ആകെ ഹാജരാക്കാൻ ശ്രമിച്ച അഥവാ തെളിവായി സ്വീകരിക്കണമെന്ന് പറഞ്ഞ CMRLന്റെ ഡയറി തെളിവായി സ്വീകരിക്കാൻ കഴിയില്ലെന്നും പറഞ്ഞിരിക്കുന്നു. ഇനി ഇതിനപ്പുറം എന്ത് തെളിവാണുള്ളത്? ഇനി ഇതിനപ്പുറം ഡിവിഷൻ ബെഞ്ചിൽ പോയാലും എന്ത് വിധിയാണ് വരാനുള്ളത്? നോക്കൂ, മാത്യു കുഴൽനാടൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പോരാടുന്നത് അഴിമതിക്കെതിരെയാണ്, മുഖ്യമന്ത്രിക്കെതിരായിട്ടാണ് ഞാൻ കേസ് കൊടുത്തിട്ടുള്ളതെന്ന്. അപ്പോൾ അത്രയും ഗൗരവമായിട്ട് അദ്ദേഹം ഇത് കാണുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, കോടതി ഒരു പരാമർശമോ ഒരു ഉത്തരവോ ഒരു വിധിയോ പറയുമ്പോൾ അതിന് അവരുടെ മുന്നിലെത്തുന്നുള്ള സാങ്കേതികമായ കാര്യങ്ങൾ ഈ മാത്യു കുഴൽനാടന്റെ പേരിൽ ഒരു വിജിലൻസ് അന്വേഷണം നടക്കുന്നില്ലേ? ഞാൻ പറഞ്ഞല്ലോ, അരുൺകുമാറിനെ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ മുമ്പിലുള്ളത് ഈ ആക്ഷേപം ആരോപണമല്ല, ഒരു വസ്തുത ഇവിടെ ഉണ്ട്. അതായത് ഈ CMRL കമ്പനിയും അതുപോലെ തന്നെ എക്സാലോജിക് കമ്പനിയും തമ്മിലുള്ള ഇടപാടിൽ നടന്നൊരു കാര്യം വസ്തുതയായിട്ട് ഇവിടെ കിടപ്പുണ്ട്. അന്ന് CPMന്റെ നേതാക്കളെ പറഞ്ഞത് ഇത് 2 കമ്പനികൾ തമ്മിലുള്ള ഇടപാടാണ് എന്നാണ്. പക്ഷേ പിന്നീട് പാർട്ടി അതിൽ നിന്ന് മാറി മുഖ്യമന്ത്രിക്ക് ഒരു പരിധി സൃഷ്ടിച്ചു. അതുമാത്രവുമല്ല, ഈ വിഷയം അസംബ്ലിയിൽ ഉന്നയിച്ചപ്പോൾ സ്പീക്കർക്കെതിരെ പോലും മുഖ്യമന്ത്രി പറഞ്ഞ ഡോക്ടർ അരുണിന് ഓർമ്മയുണ്ടാവും, താങ്കൾ ഇത് കാണുന്നില്ലേ എന്നാണ് ചോദിച്ചത്. എന്തും വിളിച്ചു പറയാവുന്ന വേദിയാണോ നിയമസഭ എന്നൊക്കെ ചോദിച്ച് ഓർമ്മയുണ്ടാവും. അപ്പൊ ഞാൻ അത് തന്നെ പറഞ്ഞു വരുന്നത് അതെ. അപ്പോൾ അങ്ങനെയുള്ള ഒരു കേസ് 2 കമ്പനികൾ തമ്മിലുള്ള കേസാണെന്ന് പറയുകയും പിന്നീട് അത് പാർട്ടി ഏറ്റെടുക്കുകയും ഇപ്പോൾ പാർട്ടി ഒന്നടങ്കം എന്ന് വെച്ചാൽ MV ഗോവിന്ദൻ, LDF കൺവീനർ AK ബാലൻ, AA റഹീം, സജി ഈ വിധി കൊണ്ട് എല്ലാം അവസാനിക്കുന്നില്ല. തെളിവുകളുണ്ടെങ്കിൽ വീണ്ടും ഇതേ വിജിലൻസ് കോടതിയിലേക്ക് മടങ്ങിപ്പോകാം മാത്യു കുഴൽനാടൻ ഇത് പറയുകയും ചെയ്തു. താൻ ഈ നിയമ പോരാട്ടം തുടരും. SFIO ഈ കേസിൽ അന്വേഷണം നടത്തുന്നുണ്ട്. റിപ്പോർട്ട് തയ്യാറായി വരുന്നു. ED സമാന്തരമായൊരു അന്വേഷണം നടക്കുന്നുണ്ട്. അതിൽ ചില കണ്ടെത്തലുകൾ വന്നിട്ടുണ്ട്. കമ്പനീസ് ഓഫ് രജിസ്ട്രാർ ചില കണ്ടെത്തലുകൾ നടത്തിയിട്ടുണ്ട്. 103 കോടി രൂപ കള്ളപ്പണമായി ഈ CMRL വെളുപ്പിച്ചെടുത്തുവെന്നും പെരുപ്പിച്ചു കാട്ടിയെന്നും കണക്കുകൾ വന്നിട്ടുണ്ട്. 135 കോടി രൂപയുടെ കള്ളക്കണക്ക് ഈ CMRL കമ്പനി ഉണ്ടാക്കിയെന്ന് EDയുടെ മറ്റൊരു കണക്കുണ്ട്. ഈ CMRLന്റെ 13% ഓഹരിയുള്ള KSIDCയെ ഈ വിവരം അറിയിക്കാഞ്ഞത് ഗുരുതരമായ വീഴ്ചയാണെന്ന നിരീക്ഷണമുണ്ട്. ഇതൊക്കെ SFIയുടെ അന്വേഷണത്തിന്റെ പരിധിയിൽ 212 പ്രകാരം നടക്കുന്നുണ്ട്. ആ റിപ്പോർട്ട് പുറത്തു വരട്ടെ. അതിനു മുമ്പ് എന്തിനാണ് ഇത്ര വലിയ ആവേശത്തോടു കൂടിയുള്ള പ്രതിരോധം? കേരള ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ നുണകൾ നിർമ്മിക്കപ്പെട്ടത് പിണറായി വിജയൻ്റെ പേരിലാണ്, അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളുടെ പേരിലാണ്. നമ്മൾ കമല ഇൻ്റർനാഷണൽ എന്ന് പറയുന്നൊരു സ്ഥാപനത്തെക്കുറിച്ച് എത്രയോ ചർച്ച ചെയ്തു. പിണറായി വിജയൻ്റെ കൊട്ടാരത്തെക്കുറിച്ച് എത്രയോ ചർച്ച ചെയ്തു. ഏതെങ്കിലും ഒരു ചാനല് ആ കമല ഇൻ്റർനാഷണലിൻ്റെ കാര്യത്തിൽ മുഖ്യമന്ത്രിക്കും ഭാര്യയ്ക്കും ആശ്വാസമെന്ന് വാർത്ത കൊടുത്തോ? അതിന് കാരണം അങ്ങനൊരു കമ്പനിയും ഉണ്ടായിരുന്നില്ല. നിർമ്മിക്കപ്പെട്ട നുണകളായിരുന്നു. അവസാനം കൈതോലപ്പായ പറഞ്ഞ ആൾ ഇവിടെ പോയി. ആ മുഖ്യമന്ത്രിക്ക് ആശ്വാസം, കൈതോലപ്പായ കെട്ടുകഥ നിങ്ങൾ എഴുതിയോ? ഇപ്പോൾ റിപ്പോർട്ടർ തന്നെ ഇന്ന് എഴുതിയത് വൈകുന്നേരം ബഹുമാനപ്പെട്ട അരുൺകുമാർ പറയുമ്പോൾ പ്രതിപക്ഷത്തിന് തിരിച്ചടിയും ചോദിക്കുന്നുണ്ട്. പക്ഷെ രാവിലെ ഈ വാർത്ത വരുമ്പോൾ ഉച്ചയ്ക്ക് അത് എഴുതുന്ന നിങ്ങളുടെ ആഫീസിലെ ആളുകൾക്ക് എന്തോ ഒരു കുഴപ്പമുണ്ട്. അത്തരം ആളുകളോട് പറയുന്നത് മുതുകത്ത് കൂനുണ്ടാകാതിരിക്കണം, വലതുപക്ഷത്തിൻ്റെ ഒരു കൂന് മുതുകത്തുണ്ടാകാതിരിക്കണം. പിന്നെ മുഖ്യമന്ത്രിക്കും മകൾക്കും ആശ്വാസം റിപ്പോർട്ടർ ചാനൽ, ബാക്കി ചാനലും മോശമൊന്നുമല്ല. വേറൊരു ചാനൽ എഴുതിയത് മുഖ്യമന്ത്രിയുടെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയ ആ അനധികൃത പണം, അതുമായി ബന്ധപ്പെട്ട കേസ് തള്ളി. ഈ പത്രാഫീസിൽ ജോലി ചെയ്യുന്ന ആളുകളൊക്കെ എവിടെ സൃഷ്ടിച്ചെടുക്കുന്നതാണ് വലതുപക്ഷത്തിന്റെ നുണ ഫാക്ടറികളിൽ? പക്ഷേ എനിക്ക് സംശയം, മുഖ്യമന്ത്രി ആരും ഇതിന്റെ അകത്ത് മോശമല്ല എന്ന് പറയാൻ വേണ്ടി വീണ വിജയനും ഇത് ആശ്വാസമല്ലേ വിധി? അയ്യോ, നിങ്ങൾ എന്താ വിചാരിച്ചത്? മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉറക്കമില്ലാതിരിക്കുക എന്നാണോ? നിങ്ങൾ ആരെങ്കിലും കുറെ കള്ളക്കഥ പറയാൻ കുറെ ചാനലുകാരും അതുണ്ടാക്കാൻ വേണ്ടി കുറെ വ്യാജങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി കുറെ ആളുകളും വെട്ടിരുമ്പുമായിട്ട് ഇറങ്ങി തിരിച്ച ഉടനെ ഉറക്കമില്ലാത്തവരാണോ കേരള മുഖ്യമന്ത്രി? ബിരിയാണിച്ചമ്പ് എന്തായി? മുഖ്യമന്ത്രിയുടെ മകള് എന്താ ഷാർജ ഭരണാധികാരിക്ക് കൈക്കൂലി കൊടുത്തല്ലോ, എന്തായി ആ കഥ?
നമ്മൾ എന്തെല്ലാം കേട്ടു. ഇതെല്ലാം കേട്ട് തഴമ്പിച്ച ഒരു മുഖ്യമന്ത്രി ലാവലിംഗ് കേസ്, മഞ്ഞ പത്രങ്ങൾ മുഴുവൻ മഹാനേതാക്കന്മാരെ വരെ ആക്രമിച്ചു എന്ന് മുഖ്യമന്ത്രി പറഞ്ഞില്ലേ? ആ മുഖ്യമന്ത്രി ഈ ഓലപ്പാമ്പ് കണ്ടാ പേടിക്കാൻ പോണത്? ആശ്വാസം അതുകൊണ്ട് പറയാനുണ്ട് കൃത്യമായിട്ട്. ഒന്നാമത്തെ കാര്യം ഇതിൻ്റെ അകത്ത് ആ പ്രതിപക്ഷ നേതാവിനോട് പറയണം, ഒരു വാഗ്ദാനം ഉണ്ടായിരുന്നു. കെ ഫോൺ അഴിമതി എന്ന് പറഞ്ഞു നടന്ന പ്രതിപക്ഷ നേതാവ് സുപ്രീം കോടതിയിൽ കേസ് കൊടുക്കുമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നു. വി.ഡി. സതീശന് എത്രയും വേഗം കേസ് കൊടുക്കണം. സതീശന് പൈസയ്ക്ക് കുറവുണ്ടെങ്കിൽ ഒരു ശകലം സംഭാവന ഞാൻ തരാം. വി.ഡി. സതീശന്റെ ശബ്ദം കേൾപ്പിച്ചല്ലോ ഇന്ന്. ആ കെ ഫോൺ അഴിമതി എന്ന് പറഞ്ഞ് നടന്ന കേസ് കൊടുക്കാൻ ചെന്നിത്തലയോടും സതീശനോടും ഞാൻ ഇന്ന് രാത്രി വെല്ലുവിളിക്കുന്നു. ബഹുമാനപ്പെട്ട ശ്രീകുമാർ സാറ് ഒന്ന് പറഞ്ഞു വിട്ടേക്കണം. കാശിന്റെ കുറവാണ് പ്രത്യേകം പറയണം. ഇനി വേറൊരു കേസുണ്ടല്ലോ, എന്താ അഴിമതി ക്യാമറ. ഏത് പദ്ധതി നടന്നാലും പിണറായി വിജയന്റെ വീട്ടിലെ പെട്ടി പൈസ വരും. ഇതല്ലേ സതീശൻ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നിട്ട് അഴിമതി ക്യാമറ കേസ് എന്തായി? ഒരു കേസിലല്ല, നുണകൾ. വാളയാർ മുതൽ നിർമ്മിക്കപ്പെട്ട നുണകൾ എത്ര? അങ്ങനെ നിർമ്മിക്കപ്പെട്ടൊരു നുണയാണിത്. ഇനി ഞാൻ കൃത്യമായിട്ട് പറയാം ഒരു കാര്യം. ഇന്നത്തെ കേസ് ഡയറി വായിച്ചു നോക്കിയോ? എന്താ ഡയറി കാണുന്നൊരു പ്രധാനപ്പെട്ട കാര്യം? വിധി വായിച്ചു നോക്കിയാൽ CMRL എന്ന് പറയുന്ന കമ്പനിക്ക് എന്തെങ്കിലും ആരെങ്കിലും വഴിവിട്ട് സഹായിച്ചിട്ടുണ്ടെങ്കിൽ സഹായിച്ച ഗവൺമെന്റ് UDF സർക്കാരാണ്, ആന്റണി സർക്കാരാണ്. എന്താണ് സഹായം? CMRL കമ്പനിക്ക് അവരുടെ സ്ഥലത്തുനിന്ന് കരിമണൽ ഖനനം ചെയ്യാൻ ആന്റണി അനുവാദം കൊടുത്തു. 2, ആ അനുവാദപ്രകാരം അവർക്ക് മണലെടുക്കാൻ അനുവാദമുണ്ട് എന്ന് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ അവസാനത്തെ ഏപ്രിൽ മാസം 8, 2016 സുപ്രീം കോടതി വിധിച്ചു. 2019 മാത്രമാണ് കേന്ദ്ര സർക്കാർ നിയമം മാറ്റിയത്. 3 കൊല്ലം മണൽ എടുക്കാമായിരുന്നു. ഈ കാലയളവിൽ 1,72,00,000 അല്ല, അവിടുന്ന് ഇഷ്ടം പോലെ മണൽ എടുക്കായിരുന്നു. കാശ് വാങ്ങിക്കാനാണ് വാങ്ങിക്കാമായിരുന്നു. ഈ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ 9 കൊല്ലം ഒരു തരി മണൽ ഈ KMRL എന്ന് പറയുന്ന കമ്പനി അവരുടെ സ്ഥലത്ത് വാരിയിട്ടില്ല, സ്വകാര്യ മേഖല ഖനനം ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് തലയുയർത്തി ഈ രാത്രി ഇവിടെ ഇരിക്കുന്നത്. മുഖ്യമന്ത്രിക്ക് ആശ്വാസം നിങ്ങൾ പറയണ്ട, കാരണം ആന്റണിയാണ് ഈ പരിപാടി നടത്തിയത്. ഈ CMRLുമായി ബന്ധപ്പെട്ട എല്ലാ ഇടപാടിനും നേതൃത്വം കൊടുത്തത് UDF സർക്കാരിന്റെ കാലത്താണ്. അവിടുന്ന് കള്ളപ്പണം കൊട്ടക്കണക്കിന് കൊണ്ടുപോയതിന്റെ കണക്കുണ്ടല്ലോ. ആ കാശ് കിട്ടിയെന്ന് സമ്മതിച്ചത് കെ സുധാകരനല്ലേ, കുഞ്ഞാലിക്കുട്ടിയല്ലേ, ചെന്നിത്തലയല്ലേ? ഞങ്ങൾക്കതിൽ പങ്കില്ല. അങ്ങനെ ഞങ്ങളുടെ പേരിൽ കള്ള എഴുതി വെച്ചതാണ് കോടതി ഇന്ന് തള്ളിക്കളഞ്ഞിരിക്കുന്നത്. അതിലൊരു PV ഉണ്ട് അനിൽകുമാർ, അത് തള്ളിക്കളഞ്ഞല്ലോ. അത് VC ശുക്ലയുടെ കേസ് കോട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞു, ഔദ്യോഗികമായി തയ്യാറാക്കപ്പെട്ട ഡയറി പോലും അല്ല ഇത്. ഇവിടെ മുഖ്യമന്ത്രിയുടെ പേരിൽ കള്ളം എഴുതി വെക്കാൻ വേണ്ടി PV എന്ന് എഴുതി വെച്ച സാധനം ഉണ്ടല്ലോ, ഒരു കോഴ്സ് ഓഫ് ബിസിനസിന്റെ ഭാഗമായി തയ്യാറാക്കുന്ന ഡയറി പോലുമല്ല. ഒരു വെള്ളക്കടലാസയിൽ, ഒരു കീറ്റ് കടലാസയിൽ ഒരു ഉദ്യോഗസ്ഥൻ IT കമ്പനിക്ക് എഴുതി കൊടുത്താൽ, IT ഉദ്യോഗസ്ഥന്മാർക്ക് എഴുതി കൊടുത്താൽ കേരള മുഖ്യമന്ത്രിയുടെ ഇമേജ് ഒന്നും പോകത്തില്ല. പിന്നെ KSIDCക്കെതിരെ അന്വേഷണം സുപ്രീം കോടതി ഒരു അഭിഭാഷകരെ അയക്കുന്നത് സർക്കാർ? KSIDCക്കെതിരെ അന്വേഷണം വന്നാൽ അത് നേരിടാൻ തയ്യാറാവണ്ടേ? അതിന് ഉത്തരവുണ്ട്. അപ്പൊ അവിടുന്ന് കള്ളപ്പണം ചുമന്നുകൊണ്ട് പോയ ഉമ്മൻചാണ്ടി, കള്ളപ്പണം ചുമന്നുകൊണ്ട് പോയ കുഞ്ഞാലിക്കുട്ടി, കള്ളപ്പണം ചുമന്നുകൊണ്ട് പോയ ചെന്നിത്തല, കോൺഗ്രസ് നേതാക്കന്മാർ രൊക്കം പണമാണ് കൊണ്ടുപോയത്. ഇലക്ഷൻ കമ്മീഷന്റെ കണക്കില്ല. അതുകൊണ്ട് ആ കമ്പനിയിലൊന്നും ഇല്ലാത്തവരാണ് ഇടതുപക്ഷക്കാർ എന്ന് ഞങ്ങൾ അഭിമാന പുരസ്സരം പറയും. ഇനി KSIDC എങ്ങനെ വന്നു? അതാണ് അടുത്ത ചോദ്യം. ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഈ SFIO എന്ന് പറഞ്ഞ ഉടനെ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ എന്തോ അവിടെ ഉണ്ട് എന്നാരും വ്യാഖ്യാനിക്കരുത്. ബഹുമാനപ്പെട്ട അരുൺകുമാറിന് അല്പം നിയമജ്ഞാനമുള്ള ഒരു മാധ്യമപ്രവർത്തകനല്ലേ? അങ്ങയുടെ ഞാൻ ദയവായി ചോദിക്കാവ്, എന്താണ് സീരിയസ് ഫ്രോഡ്? കമ്പനി നിയമത്തിന്റെ സീരിയസ് ഫ്രോഡ് എന്താണ്? CMRL കമ്പനിയുടെ ഒരു ഡയറക്ടർ, അവരുടെ കമ്പനിയിലെ ആ ഡയറക്ടർ തനിക്ക് മറ്റൊരു കമ്പനിയിലുള്ള ബന്ധം മറച്ചുവെച്ച് തന്റെ കമ്പനിയിലേക്ക് പണം കൊണ്ടുപോയാൽ മാത്രമേ CMRL കമ്പനിക്കെതിരെ SFI അന്വേഷണം നിൽക്കൂ. ഇപ്പുറത്ത് മുഖ്യമന്ത്രിയുടെ മകൾ സോൾ ഡയറക്ടറായിട്ടുള്ള ഒരു കമ്പനിയുണ്ട്. ആ കമ്പനിയും CMRLുമായി ഔദ്യോഗികമായി പണം കൈമാറ്റം ചെയ്തത് രേഖാപരമായിട്ടാണ്. അതിന്റെ കടലാസൊക്കെ കൊടുക്കേണ്ടടുത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്നും പത്രക്കാർക്ക് കൊടുക്കാനുള്ള കാര്യമല്ല. പ്രിവിറ്റി ഓഫ് കോൺട്രാക്ട് എന്നൊരു സാധനമുണ്ട്. അതൊന്നും ഈ കോൺഗ്രസ്സുകാർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അതുകൊണ്ട് തന്നെ പറയാൻ ആഗ്രഹിക്കുന്നത്, വ്യക്തികളുടെ ഇടപാട് കമ്പനികൾ നടത്തും. ചോദ്യം ഇതാണ്, ഇന്നത്തെ കോടതി വിധിയിലെ ചോദ്യം ഇതാണ്. കോടതി വിധിയുടെ 63-ാം പാരഗ്രാഫ്, അവിടെ ബഹുമാനപ്പെട്ട അരുൺകുമാർ പറഞ്ഞതിൽ ഞാനൊരു തിരുത്തു വരുത്തുകയാണ്. എന്താണ്? തെളിവിന്റെ കണിക
സംശയം ഫാക്ട്സ്, രണ്ട് കാര്യം കോടതിയോട് പറഞ്ഞത്. സംശയം ഉന്നയിക്കുകയല്ലാതെ നോ ഫാക്ട്സ്. ഒരു ഫാക്റ്റും ഹാജരാക്കിയില്ല. ആര്? കുഴൽനാടൻ. കുഴൽനാടൻ എന്തിനാ LLB പാസ്സായത്? എന്തിനാ ഉടുപ്പിട്ടുകൊണ്ട് തെക്കുവിടക്ക് നടക്കണത്? ആദ്യം ഞാൻ പറയേണ്ടത് ആ ഉടുപ്പ് ഊരണം, വക്കീലാപ്പീസ് കൂട്ടി വേറെ പണിക്ക് പോകണം. അവിടെ മൂന്നാറിൽ ഭൂമി കയ്യേറ്റമൊക്കെ അറിയാമല്ലോ, പുള്ളിക്ക് പിടിച്ചു പറിക്കാൻ അറിയാമല്ലോ. അതുകൊണ്ട് ആ കയ്യേറ്റമൊക്കെ ആയിട്ട് ജീവിച്ചാൽ മതി. എന്തിനാ ഈ വക്കീൽ പണിയായിട്ട് നടക്കുന്നത്? അവിടെ കയ്യേറ്റം നടത്തി എന്നൊരു കേസിലല്ലോ അദ്ദേഹത്തിന്റെ പുറത്ത്. ഗിരീഷ് ബാബുവിന് വേണ്ടി പോയി. പിന്നെ അല്ലാണ്ട് പിന്നെ എങ്ങനെയാ അദ്ദേഹത്തിന്റെ വസ്തു വാങ്ങിക്കുന്നതിന് തൊട്ടടുത്തൊരു 50 സെന്റ് കെട്ടിയെടുത്തിരിക്കുന്നത് പിന്നെ എവിടെയാ? എന്നിട്ട് നിങ്ങൾ കൊണ്ടുക്കോ, മാധ്യമപ്രവർത്തകർ ചാനലുകാർ എന്താ പറയും, നിങ്ങൾ കൊണ്ടുക്കോ, നമ്മൾ ചുമന്നോട്ട് പോകണം 50 സെന്റ്. നമ്മൾ ചുമന്നോട്ട് സർക്കാരിന്റെ ഭൂമി വേലി കെട്ടി സംരക്ഷിച്ചതല്ലേ അനിൽകുമാർ? തിരുവനന്തപുരം കോടതിയിലെ കേസിലെ വിധി എന്താ? അതെ, അയലോക്കത്തെ വസ്തു അല്ലെ പുറമ്പോക്ക് കിടക്കുന്ന വസ്തു വേലി കെട്ടി ഞാൻ സംരക്ഷിക്കുകയാണ്. കൊള്ളാം, അത്തരം സംരക്ഷണം കൊള്ളാം. അതുകൊണ്ട് കുഴൽനാടൻ ആ പണി എടുത്താൽ മതി. ഈ വക്കീലന്മാർക്ക് നാണം കെടുത്തരുതെന്നേ. ഇതെന്തൊരു വക്കീലപ്പാ? മറ്റേ മുസ്ലിം ലീഗിന്റെ ഷാജി പറഞ്ഞില്ലേ, സ്വന്തമായിട്ടൊരു ആപ്പീസും എല്ലാ സംവിധാനമുള്ള ആളാ കുഴൽനാടൻ. മുഖ്യമന്ത്രി ഇപ്പൊ പഠിപ്പിക്കാൻ പോവാണ്. മകള് പേടിച്ചിരുന്നു. ആ കുഴൽനാടന്റെ അവസ്ഥ എന്തായിരുന്നു? ഞാൻ ചോദിക്കുന്ന കീറ്റക്കടലാസ്, കുഴൽനാടനെ കുറിച്ച് തിരുവനന്തപുരം വിജിലൻസ് കോടതി പറഞ്ഞത് കീറ്റക്കടലാസ് ഉണ്ടോ കയ്യിൽ? ഇന്ന് ഈ കോടതി ചോദിച്ചെന്താണ്? മുഖ്യമന്ത്രിക്കെതിരായി എന്തെല്ലാം കാര്യങ്ങളാണോ കുഴൽനാടൻ ഉന്നയിച്ചത് അതെല്ലാം അരിഞ്ഞു തള്ളി. അതിൽ പറയുന്നൊരു ഭാഗം എന്താണെന്നറിയാമോ? 28/4/2023, 25/10/2023 രണ്ടു തീയതികളിലും പിണറായി വിജയൻ സർക്കാരിന്റെ ഉത്തരവുകൾ നോക്കിയാൽ അറിയാം, CMRL കമ്പനിയുമായി ഒരു തരത്തിലും സഹായകരമായ നിലപാട് സർക്കാർ എടുത്തിട്ടില്ല. അവരുടെ ഹർജി തള്ളി. ഇനി ഈ കോടതി വിധിയിൽ ഒരു പ്രധാനപ്പെട്ട ഭാഗം എന്താണെന്നറിയാമോ? CMRL കമ്പനി, KMML, IREL 3 കമ്പനിയാണ്. അത് 2 പൊതുമേഖലാ സ്ഥാപനമാണ്. പൊതുമേഖലാ സ്ഥാപനം അവരുടെ നിയമപ്രകാരം നിയമാനുസരണം ടെൻഡർ വിളിച്ച് ഏതെങ്കിലും സാമഗ്രികൾ വിറ്റാൽ മുഖ്യമന്ത്രിക്ക് ഉത്തരവാദിത്വമുണ്ടോ? നമ്മൾ മനസ്സിലാക്കണം. ഇനി KSIDCയുടെ കാര്യം എന്താ? നല്ല ചോദ്യമാണ് ചോദിച്ചത്. എന്താ KSIDCയോട് പറഞ്ഞത്? 10 കൊല്ലക്കാലത്തെ KSIDCയുടെ കണക്കും അതുപോലെ തന്നെ അവിടുത്തെ മുഴുവൻ രേഖകളുടെ പകർപ്പ് ഒരു ദിവസം രാത്രി പിറ്റേ ദിവസം രാവിലെ കൊണ്ട് ഹാജരാക്കാൻ ED പറഞ്ഞിരിക്കുക. അങ്ങനെ ഹാജരാക്കാൻ പറ്റുന്ന കാര്യമാണോ ഉദ്യോഗസ്ഥന്മാരെ മൂലക്ക് നിർത്തുന്നത്? നമുക്കറിയാമല്ലോ, ലൈഫ് മിഷനിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനെ അവിടെ ഒരു പ്രശ്നമുണ്ട് അഡ്വക്കേറ്റ് അനിൽകുമാർ. അല്ലെങ്കിൽ പറഞ്ഞതെല്ലാം വാസ്തവമായിരിക്കുമ്പോഴും ഇവിടെ ഒരു പ്രശ്നമുണ്ട്. കാരണം KSIDCക്ക് CMRL എന്ന കമ്പനിയിൽ 13% ഓഹരിയുണ്ട്. ആ കമ്പനി കള്ളപ്പണം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, 103 കോടി രൂപ പണം വെളുപ്പിച്ചിട്ടുണ്ടെങ്കിൽ, കണക്കുകൾ പെരുപ്പിച്ച് കാട്ടിയിട്ടുണ്ടെങ്കിൽ ആ വിവരം KSIDC ഡയറക്ടർ അറിയണം. അപ്പം KSIDCക്ക് CMRL ഉള്ള ബന്ധം, അതുമായി വഴിവിട്ട് ഏതെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ? അങ്ങനെ ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഈ 1.72 കോടി ഒരു പ്രത്യുപകാരമാണോ? അതല്ലെങ്കിൽ നമ്മുടെ പൊതുമധ്യത്തിൽ നിൽക്കുന്നൊരു ചോദ്യമുണ്ടല്ലോ, എന്ത് സഹായമാണെന്നേ, IT സഹായമാണെന്നേ വീണ വിജയൻ കൊടുത്തത്? ഈ എക്സലും ടാലിയും കൊടുക്കുന്നതിൽ 1,72,00,000 രൂപ ഇന്ത്യ രാജ്യത്ത് ഒരിടത്തും ഈടാക്കുന്നില്ല എന്നിരിക്കെ ആ കണക്കാണ് യഥാർത്ഥത്തിൽ ജനങ്ങളുടെ മുന്നിൽ സംശയമുണ്ടാക്കിയത്. 1,72,00,000 രൂപയുടെ കൺസൾട്ടൻസി എന്ത് കൊടുത്തു വീണ വിജയൻ എന്നുള്ളതാണ് ചോദ്യം. ഇന്നിപ്പോൾ പ്രവർത്തനക്ഷമമല്ലാത്ത കമ്പനി. എക്സലും ടാലി എന്ന് അരുണിനോട് ആരാ പറഞ്ഞത്? ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ആ കരാറ് കണ്ടിട്ടില്ല. 2 കമ്പനികൾ തമ്മിൽ ഒരു വ്യാപാര കരാർ ഉണ്ടായാൽ അരുൺ ആ കരാർ കണ്ടിട്ടുണ്ടോ? അല്ലല്ല, ആ കൺസൾട്ടൻസിയിൽ IT ഉദ്യോഗസ്ഥരുടെ മൊഴിയുണ്ട്. CMRL IT ഉദ്യോഗസ്ഥരുടെ മൊഴിയാണ്. എന്താണ് കൊടുത്തിരിക്കുന്ന സേവനം എന്ന് അവർക്ക് പലർക്കും അറിയില്ല. ഇവിടെ ആകെ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ഇത്ര മാത്രമാണ് എന്ന് IT ഡിപ്പാർട്ട്മെന്റിലെ മേധാവികൾ പറയുന്ന മൊഴി നമ്മുടെ മുന്നിലുണ്ട്. ഇന്റരിം സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ടിൽ. അപ്പൊ ഇത്രേ ഉള്ളു കാര്യം. റിപ്പോർട്ടറിന്റെ ഉടമസ്ഥന്മാർ വേറെടുത്തിരിക്കുന്നു. ആ ഉടമസ്ഥർ പറയാത്ത ഒരു കാര്യം അവിടുത്തെ ജോലിക്കാരെ കൊണ്ട് IT ഉദ്യോഗസ്ഥന്മാർ പറയിപ്പിക്കുന്നു. അത് വെള്ളക്കടലാസയിലാണ്. ഈ ഉദ്യോഗസ്ഥന്മാർ വെള്ളക്കടലാസയിൽ ഒരു PV ഇങ്ങനെ കുറെ സാധനം എഴുതി വെച്ചിട്ട് ഇതെല്ലാം ഞങ്ങളുടേതാണെന്നൊരു കെട്ടുകഥ ഉണ്ടാക്കുന്നു. അത് ഇന്ത്യ രാജ്യം ഭരിക്കുന്ന BJP ഗവൺമെന്റ് ഉണ്ടാക്കുന്ന വാറോലയാണ്. ശരി, ആ വാറോലക്കെതിരെ യുദ്ധം ചെയ്യാൻ എത്ര ശ്രമിച്ചാലും തെളിവിന്റെ ഒരു കണിക പോലും കിട്ടില്ലെന്നുള്ളതാണ് CPMന്റെ ആത്മവിശ്വാസം. അനിൽകുമാർ, ഇനി എത്ര ശ്രമിച്ചാലും, കാരണം കോടതി ഉത്തരവിൽ പറയുന്നുണ്ട് ഇത് രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ഒരു കേസാണ് എന്ന തരത്തിലുള്ള വിജിലൻസ് കോടതിയുടെ നിരീക്ഷണം ശരിയല്ല എന്ന് ഹൈക്കോടതി പറയുന്നത് പ്രതിപക്ഷത്തിനെ സംബന്ധിച്ചൊരു വിജയമാണ്. ഇത് രാഷ്ട്രീയ പ്രേരിതമല്ല, ചില സംശയത്തിന്റെ അടിസ്ഥാനത്തിലുള്ള കേസാണ്, അത് നിലനിൽക്കും. അല്ല,
അത് വേറൊരു കാര്യമാണ്. അതെന്താണെന്നറിയോ? ഉമ്മൻചാണ്ടി കൊണ്ടുപോയ കള്ളപ്പണത്തെക്കുറിച്ച് പരാതിപ്പെടാത്തതെന്ത്? ചെന്നിത്തല കൊണ്ടുപോയ കള്ളപ്പണത്തെക്കുറിച്ചും കുഞ്ഞാലിക്കുട്ടി കൊണ്ടുപോയ കള്ളപ്പണത്തെക്കുറിച്ചും ഇവർക്ക് പരാതിയില്ലാത്തതെന്ത്? ഇവിടുത്തെ മാധ്യമങ്ങൾ കൊടുത്ത കള്ളപ്പണത്തെക്കുറിച്ച്, സമുദായ നേതാക്കന്മാർ കൊണ്ടുപോയ കള്ളപ്പണത്തെക്കുറിച്ച്, അങ്ങനെ വരുന്ന 135 കോടി രൂപ മാപ്പാക്കി കൊടുത്തു. അതിനെക്കുറിച്ച് പരാതിയില്ലാത്തതെന്ത്? ഇതാണ് വിജിലൻസ് കോടതി ചോദിച്ചിരുന്നത്. അത് കുഴൽനാടന്റെ ഇരട്ടത്താപ്പാണ് എന്ന കാര്യം ഈ കോടതി, ഹൈക്കോടതി ഇപ്പൊ അത് രേഖപ്പെടുത്തുന്നില്ല, പറയുന്നില്ല. കൊണ്ടു നടക്ക്. അത്രയുണ്ട്. അത് കുഴപ്പമൊന്നുമില്ല. നമ്മുടെ പ്രധാനപ്പെട്ട പ്രതിപക്ഷത്തെ സംബന്ധിച്ച് നിങ്ങളുടെ ഒരു വാദം പൊളിക്കുന്നതാണ്. രാഷ്ട്രീയാരോപണ പ്രേരിതം അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രേരിതമാണ് ഹർജി എന്ന ആരോപണം പൊളിക്കുന്നതാണത്. അല്ലല്ല, അവിടെ മനസ്സിലാക്കേണ്ടത് CPM ഈ കേസിൽ കക്ഷിയല്ല. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഉമ്മൻചാണ്ടി ഞങ്ങൾക്കിനി എന്താ? അവരോട് ചോദിക്കാൻ പോയപ്പോ, ചാനലുകാർ ചോദിക്കാൻ പോയപ്പോ ഞങ്ങൾ ഒളിച്ചു പോണം. ഇതുപോലെ വിധി വന്ന് പ്രതിപക്ഷം സ്വകാര്യ ഇടപാടാണ് എന്ന് ആദ്യം നിലപാടെടുക്കുകയും പിന്നീട് മുഖ്യമന്ത്രിയെ പ്രതിരോധിക്കാൻ കൂട്ടത്തോടെ രംഗത്ത് വരികയും കോടതി വിധി വരുന്ന സമയത്ത് മാത്യു കുഴൽനാടനെ ശല്യക്കാരനായ വ്യവഹാരിയായി പ്രഖ്യാപിക്കണം എന്നതടക്കമുള്ള രൂക്ഷമായ പരാമർശങ്ങളിലേക്ക് കടന്നിട്ടുണ്ട് CPM. ഞാൻ അങ്ങയിലേക്ക് വരാം. രണ്ടാമത്തെ റൗണ്ടിൽ ഞാൻ BJP പ്രതിനിധിയിലേക്ക് പോകുന്നു. അത് ഞങ്ങളുടെ സ്റ്റാൻഡ് അതാണ്, അതിന്റെ കാരണം കൃത്യമാണ്. ശരി, ഞാൻ വരാം. രണ്ടാമത്തെ റൗണ്ടിൽ അങ്ങേക്ക് അടുത്ത റൗണ്ടിലേക്ക് കിടക്കാം. ഞാൻ BJP പ്രതിനിധി CJ സൂര്യനിലേക്ക് കൂടി പോകുന്നു. CJ സൂര്യൻ, ഇപ്പോൾ അഗ്നിശുദ്ധി വരുത്തി നിൽക്കുകയാണോ പിണറായി വിജയൻ CMRL എക്സാലോജിക് മാസപ്പടി കേസിൽ? വീണാ വിജയനെതിരെ എന്തൊക്കെ പുകിലായിരുന്നു? 1,72 ലക്ഷം രൂപ, കരിമണൽ വിറ്റു, കരിമണൽ കള്ളൻ എന്നിങ്ങനെ പലതരം മുദ്രാവാക്യങ്ങളൊക്കെ മുഴക്കി തെളിവിൻ്റെ ഒരു കണിക പോലുമില്ലാതെ ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് പൂർണ്ണമായും ആ അർത്ഥത്തിൽ സംശയത്തിൻ്റെ കണിക പോലും ഇല്ലാതെ ഇത്തരം നേതാക്കന്മാരെ സംശയത്തിൻ്റെ പേരിൽ വിളിച്ചു വരുത്തുന്നത് അവരുടെ അന്തസ്സിന് കളങ്കമുണ്ടാക്കും എന്നുപോലുമുള്ള പരാമർശമുണ്ടായിരിക്കുന്നു. ഇത് പിണറായി വിജയനെ സംബന്ധിച്ച് CPM-നെ സംബന്ധിച്ച് രാഷ്ട്രീയമായിട്ടുള്ളൊരു വിജയം കൂടിയല്ലേ? SFIയുടെ അന്വേഷണം എവിടെ വരെ എത്തി നമുക്കറിയില്ല. IT-യുടെ സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ പുറത്തുണ്ടായിരുന്ന കമ്പനീസ് ഓഫ് രജിസ്ട്രാറുടെ അന്വേഷണം, 120 പ്രകാരമുള്ള അന്വേഷണം എവിടെ വരെ എത്തി? ഇതുവരെ ഒന്നും പുറത്തു വരുന്നില്ല. ഇതെല്ലാം പുകമറ മാത്രമായിരുന്നോ? ബിരിയാണി ചെമ്പ് പോലെ? ജയസൂര്യൻ, ഈ CMRLന്റെയും വീണാ വിജയന്റെയും അതുപോലെ എക്സാലോജിക് ഇങ്ങനെയൊക്കെയുള്ള ആ കേസ് യഥാർത്ഥത്തിൽ ഇവിടെ അല്ലല്ലോ നടക്കുന്നത്. അതായത് SFIOയുടെയും EDയുടെയും കേസ് വരുന്നതേ ഉള്ളൂ. അതിന്റെ നടപടിക്രമങ്ങൾ തുടങ്ങുമ്പോഴാണ് ഇവിടെ ഈ മാത്യു കുഴൽനാടൻ ഈ കേസുമായി മുന്നോട്ട് വരുന്നത്. എന്താണ് ഇതിന്റെ പിന്നിലുള്ള ഇവരുടെ താല്പര്യം? അതായത് മാത്യു കുഴൽനാടന്റെ താല്പര്യം, അതായത് UDFന്റെ താല്പര്യം പിണറായി വിജയനെ രക്ഷിച്ചെടുക്കുക എന്നുള്ളതാണ്. ഇതൊരു ഒത്തുകളിയാണ്. അതായത് LDFും UDFും ചേർന്നിട്ടുള്ള ഒരു ഒത്തുകളിയാണ്. ഇവിടെ പിണറായി വിജയനെ പരിശുദ്ധനാക്കുക എന്നുള്ളത് മാത്യു കുഴൽനാടന്റെയും UDFന്റെയും ആവശ്യമാണ്. അത് അവരുടെ പൊതുവായിട്ടുള്ള ഒരു അജണ്ടയുടെ അടിസ്ഥാനത്തിലുള്ള ഒത്തുകളി കേസാണിത്. അതുകൊണ്ട് കോടതി പറഞ്ഞല്ലോ, ഇതിനകത്ത് യാതൊരു മെരിറ്റുമില്ല, എവിഡൻസ് ഇല്ല, യാതൊന്നുമില്ല. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യൂ, നിങ്ങൾ എവിഡൻസുമായിട്ട് വന്നാൽ വീണ്ടും ഈ കേസ് കൊടുക്കാൻ നിങ്ങൾക്ക് അവസരമുണ്ട് എന്ന് പറഞ്ഞാണല്ലോ കോടതി വിധി അവസാനിക്കുന്നത്. അപ്പോൾ പിന്നെ എന്തിനാണ് ഈ കേസുമായി പോയത്? അതിന് കാരണമുണ്ട്. ഇപ്പൊ ഡോക്ടർ അരുൺകുമാർ അന്ന് തന്നെ സൂചിപ്പിച്ചതുപോലെ മൂന്നാറിൽ അദ്ദേഹത്തിന്റെ എതിരായിട്ടുള്ള മാത്യു കുഴൽനാടനെതിരായിട്ടുള്ള ചില കേസുകളുണ്ട്. ആ കേസുകളെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയന്റെ ഈ കേസുമായി ഒത്തുതീർപ്പാക്കിക്കൊണ്ട് രണ്ടു കൂട്ടരും തടിയൂരാൻ വേണ്ടി ഉള്ള ഒരു നാടകം, ഒരു പുകമറ, അതുമാത്രമാണ് ഇത്. യഥാർത്ഥത്തിലുള്ള കേസ് EDയുടെയും SFIOയുടെയും കേസ് വരുമ്പോഴേക്കും ഇതിന്റെ തെളിവുകൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അവിടെ വ്യക്തമാകും. യാതൊരു സംശയവുമില്ല, കൃത്യമായിട്ടുള്ള എവിഡൻസ് ഇല്ലാതെ SFIOയോ EDയോ ഒന്നും ഇതിന്റെ പിന്നാലെ പോകുന്ന പ്രശ്നമില്ല. ഡൽഹി ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട കേസിന്റെ സാങ്കേതിക ഏത് കേസ് ആരന്വേഷിച്ചാലും ED അന്വേഷിച്ചാലും അവര് ഇതുവരെ ചെയ്ത കേസുകളുടെ ട്രാക്ക് റെക്കോർഡിന്റെ അടിസ്ഥാനത്തിൽ നമുക്കത് പരിശോധിക്കാമല്ലോ. നമ്മൾ പലപ്പോഴും ഇവിടെ പറയാറുണ്ടല്ലോ, ED അന്വേഷിച്ചു അല്ലെങ്കിൽ മറ്റുള്ളവർ അന്വേഷിച്ചു, കേന്ദ്ര ഏജൻസി അന്വേഷിച്ചു, എന്നിട്ട് കാര്യമായി തെളിയിക്കാൻ പറ്റിയില്ല എന്നുള്ളത്. 97% കേസുകൾ ED അന്വേഷിച്ചതിൽ 97% കേസുകൾ കൃത്യമായി അവർ തെളിയിച്ചിട്ടുണ്ട്. അതിന്റെ നടപടിക്രമങ്ങളും മറ്റു കാര്യങ്ങളുമാണ്
അത്രയും അതൊന്നും പുരോഗതി പ്രാപിക്കാത്തത്. തിരുത്തണം ജയസൂര്യൻ. പക്ഷേ ഈ അതൊന്നും കാര്യത്തിൽ തിരുത്തണം. ഇ.ഡി. അന്വേഷിച്ചു തുടങ്ങിയ കേസുകളിൽ 99.95% കേസിലും തെളിയിച്ചിട്ടില്ല, കുറ്റപത്രം കൊടുത്തിട്ടില്ല. ഇ.ഡി. കുറ്റപത്രം കൊടുത്ത കേസുകളിൽ അങ്ങ് പറഞ്ഞതുപോലെ 97% ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ കുറ്റപത്രം കൊടുത്തത് 0.05%. യെസ്, അത് ഞാൻ കൃത്യമായിട്ട് പറയാം. എന്നെ പറയാൻ അനുവദിച്ചാൽ മതി. എന്നെ വലിയ സന്തോഷം ആ ചോദ്യം ചോദിച്ചതിന്. അതായത് കുറ്റപത്രം കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ കുറ്റപത്രം ഒരു കാലത്തും കൊടുക്കില്ല എന്നല്ല. കാരണം ഇ.ഡിയോ SFIO ഒക്കെ അന്വേഷിക്കേണ്ട കേസുകൾ നിസ്സാര കേസുകളല്ല. ആ കേസുകളെ സംബന്ധിച്ചിടത്തോളം അതിന്റെ കുറ്റപത്രം കൊടുക്കുന്നതിന് മുമ്പ് വ്യക്തമായ തെളിവുകൾ ശേഖരിക്കുകയും അത് സംബന്ധിച്ച് നാളിതുവരെ നടന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും പരിശോധിക്കുകയും വേണം. അതുകൊണ്ട് തന്നെയാണ് കുറ്റപത്രം കൊടുക്കാൻ കാലതാമസം ഉണ്ടാവുന്നത്. ഇവിടെ SFIക്കാർ ബസ്സിന് കല്ലെറിഞ്ഞിട്ട് പോലും 12 കൊല്ലം കഴിഞ്ഞിട്ടല്ലേ കേസെടുക്കുന്നത്. അതാണല്ലോ ഈ നാട്. ഇവിടുത്തെ പല കേസുകളും അങ്ങനെയാണല്ലോ. അപ്പൊ പിന്നെ വളരെ ഗുരുതരമായിട്ടുള്ള രാജ്യവും രാജ്യാന്തരവുമായി ബന്ധമുള്ള വലിയ കേസുകളിൽ എന്തുകൊണ്ടാണ് കുറ്റപത്രം കൊടുക്കാത്തത് എന്നുള്ളതല്ല കാര്യം. കുറ്റപത്രം കൊടുത്തിട്ടുള്ളതിൽ 99% തെളിയിച്ചല്ലോ എന്ന് പറയുന്നത് പോലെ SFIയുടെയും ഇ.ഡിയുടെയും കേസ് വരട്ടെ. അവിടെയാണല്ലോ യഥാർത്ഥ കേസ്. ഇത് മാത്യു നേരത്തെ അനിൽകുമാർ പറഞ്ഞതുപോലെ 2 കമ്പനികൾ തമ്മിൽ നിയമപരമായി ഇന്റരിം സെറ്റിൽമെന്റ് ബോർഡ് പരിഹരിച്ച ഒരു കേസ്, ആ കേസിൽ നടത്തിയ ഒരു ഇടപാട്, ആ ഇടപാടിൽ CMRLന് പരാതിയില്ല, KREMLന് പരാതിയില്ല, KSIDCക്ക് പരാതിയില്ല, CMRL ഒരു ഡയറക്ടർ ബോർഡ് അംഗത്തിന് പരാതിയില്ല, എക്സാലോജിക്കിന് പരാതിയില്ല. പിന്നെ ആർക്കാ പരാതി? SFIക്ക് എങ്ങനെ കേസെടുക്കാൻ പറ്റും ഈ കാര്യത്തിൽ? ഡോക്ടർ അരുൺകുമാർ പറഞ്ഞതെല്ലാം വളരെ വസ്തുതയാണ്. എന്താണെന്നറിയാമോ? ഇവർക്ക് ആർക്കും പരാതിയില്ല. ഇവരെല്ലാം കൂട്ടുകള്ളന്മാരാണ്. പിന്നെ ആർക്കെതിരെയാ പരാതി കൊടുക്കുന്നത്? ഇവരെല്ലാം കൂട്ടുകള്ളന്മാരാണ്. അതുകൊണ്ട് അവർ തമ്മിൽ പരാതിയില്ല, പരാതി ഉണ്ടാവുകയുമില്ല. അതേക്കുറിച്ചാണല്ലോ ഇ.ഡി അന്വേഷിക്കുന്നത്. നേരത്തെ അനിൽ പറഞ്ഞ പോയിന്റ് വളരെ റെലവന്റ് ആയ ഒരു പൊളിറ്റിക്കൽ പോയിന്റാ. ആ പോയിന്റാണ് യഥാർത്ഥത്തിൽ ഈ ചർച്ചയുടെ ഒരു ക്രക്സ് എന്ന് പറയുന്നത്. ഈ പിണറായി വിജയൻ സർക്കാർ ഏതെങ്കിലും തരത്തിൽ CMRLന്, KREMLന്, അതായത് CMRLന്റെ ഉപകമ്പനിക്ക് ഏതെങ്കിലും വഴിവിട്ട നീക്കം വഴി 1 രൂപയുടെ സാമ്പത്തിക ലാഭം ഉണ്ടാക്കി കൊടുത്തതായിട്ട് താങ്കൾക്ക് ചൂണ്ടിക്കാണിക്കാനുണ്ടോ? 1 രൂപയുടെ? ചോദ്യം എന്നോടാണോ? അതെ. അതായത് അതാണ് SFIയും ഇ.ഡിയും അന്വേഷിക്കുന്നത്. അത് കൃത്യമായി തെളിയിക്കപ്പെടും. ആ അന്വേഷണം പൂർത്തിയാകുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഇവിടെ എന്ത് നടന്നു എന്ന് മനസ്സിലാവുക. ആ അന്വേഷണം വരുന്നതിന് മുമ്പ് തന്നെ പരിശുദ്ധനാക്കാനും മാത്യു കുഴൽനാടനെ പരിശുദ്ധനാക്കാനും വേണ്ടിയിട്ടുള്ള ഒത്തുകളി. കേന്ദ്ര സർക്കാരിന്റെ ഓർഡർ അറിയില്ലേ? 2016 ഉമ്മൻചാണ്ടി സർക്കാരിന്റെ ഓർഡർ അറിയില്ലേ? AK ആന്റണിയുടെ ഓർഡർ അറിയില്ലേ? KMML പ്രവർത്തിക്കുന്ന രീതി അറിയില്ലേ? നമ്മുടെ കൊല്ലത്തല്ലേ, ചവറയിലല്ലേ? ഇതൊക്കെ കൃത്യമായ എല്ലാവർക്കും ഈ CMRLന്റെ ഇടപാടുകളെ കുറിച്ച് അറിയാമല്ലോ. ഇന്ത്യൻ സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ട് ഞാനും താങ്കളും കണ്ടതല്ലേ. നമുക്ക് എന്തെങ്കിലും നമ്മുടെ മുന്നിൽ ഒരു തെളിവുണ്ടോ ശ്രീ ജയസൂര്യൻ? ആ തെളിവ് നമ്മുടെ മുമ്പിൽ ഇല്ലാതെ വന്നതിന്റെ കാരണമാണ് ഞാൻ പറഞ്ഞത്. LDFും UDFും ഒത്തുകളിക്കുന്നിടത്തോളം കാലം ഈ തെളിവ് നമുക്കുണ്ടാവില്ല. അതുകൊണ്ടാണല്ലോ ഇ.ഡി വേണ്ടത്. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ഇന്റരിം സെറ്റിൽമെന്റ് ബോർഡ് എങ്ങനെയാ LDFന്റെയും UDFന്റെയും ആവുന്നത്? ഞാൻ പറഞ്ഞ അത് LDFന്റെയും UDFന്റെയും അല്ല. ഇവിടെ ഇപ്പോൾ ഈ പറഞ്ഞ താങ്കൾ പറഞ്ഞ കമ്പനികളും ഇവിടുത്തെ ഗവൺമെന്റും, അത് LDF ആണെങ്കിലും UDF ആണെങ്കിലും ഈ പറഞ്ഞ എല്ലാ കമ്പനികളും LDFന്റെയും UDFന്റെയും സംരക്ഷണത്തിൽ ഈ കൊള്ള നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനെക്കുറിച്ചാണ് ഇ.ഡിയും SFIയും അന്വേഷിക്കുന്നത്. ആ അന്വേഷണം പൂർത്തിയായി വരുമ്പോഴാണ് വരാൻ പോകുന്നത്. ജയസൂര്യന്റെ കയ്യിലും തെളിവില്ല, ഷോൺ ജോർജിന്റെ കയ്യിലും തെളിവില്ല, തെളിവ് മാത്യു കുഴൽനാടന്റെ തെളിവില്ല. ഇനി SFIO ആ തെളിവുകൾ കാത്തിരിക്കാം. ഒരു അന്വേഷണ ഏജൻസി എന്ന നിലയിൽ SFIO അത് ചെയ്യേണ്ടതാണ്, കൊണ്ടുവരട്ടെ. പക്ഷേ ആ കൊണ്ടുവരുന്നത് വരെ നമ്മൾ സംശയത്തിന്റെ പുകമറയിൽ നിർത്തരുത് എന്നുള്ളതാണ് ഇന്നത്തെ ഹൈക്കോടതിയുടെ ഉത്തരവിന്റെ ക്രക്സ്. സംശയത്തിന്റെ പുകമറയിൽ നിർത്തരുത് എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നത് ഈ ആദ്യം പറഞ്ഞത് തന്നെയാണ്. ഇതൊരു ഒത്തുകളിയാണ്. ഇത് രണ്ടുപേരെ അങ്ങോട്ടും ഇങ്ങോട്ടും സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒത്തുകളിയാണ്. യഥാർത്ഥത്തിലുള്ള അപ്പോൾ അവസാനിക്കുമല്ലോ. കേന്ദ്ര ഏജൻസി അല്ലേ ഇ.ഡി, കൊണ്ടുവരൂ. എന്തിനാണ് വൈകിപ്പിക്കുന്നത്?
അത് നമ്മളല്ലല്ലോ തീരുമാനിക്കുന്നത്. അത് ശരിയാണ്. വൈകിപ്പിക്കുന്നത് അല്ല, അത് വളരെ correct ഒരു കാര്യമാണ്. അതിന്റെ സമയം, മുഹൂർത്തം, ഇതൊക്കെ തീരുമാനിക്കുന്നത് മറ്റൊരുപാട് ഘടകങ്ങളെ ആശ്രയിച്ചാണ്. എങ്ങനെയാണ് ഈ വാർത്ത പൊങ്ങി വരുന്നത് എന്നത് നമ്മൾക്കറിയാമല്ലോ. പുതുപ്പള്ളിയിലെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്താണല്ലോ മലയാള മനോരമ പത്രത്തിൽ മാസപ്പടി എന്ന ടൈറ്റിലിട്ട് ഈ വാർത്ത പൊങ്ങി വരുന്നത്. അതും നമ്മൾ കണ്ടതാണ്. ഞാൻ തിരിച്ചു വരാം. എ സജീവൻ നമുക്കൊപ്പമുണ്ട്, രാഷ്ട്രീയ നിരീക്ഷകൻ. ശ്രീ എ സജീവൻ, ഇതൊരു വലിയ പുകമറ സൃഷ്ടിക്കലായിരുന്നു CMRLന്റെ പേരിൽ, എക്സാലോജിക്കിന്റെ പേരിൽ ഇതുവരെയും നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ആ നാടകത്തിന്റെ ആന്റി ക്ലൈമാക്സ് ആണോ യഥാർത്ഥത്തിൽ ഇന്ന് ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് വിധിയോടെ സംജാതമായിരിക്കുന്നത്? എ സജീവൻ. ആൻറ്റി ക്ലൈമാക്സ് എന്ന് പറയാൻ പറ്റില്ല. കാരണം കോടതി തന്നെ പറഞ്ഞ പോലെ തെളിവുകളുണ്ടെങ്കിൽ കോടതിക്ക് ഈ കേസ് വീണ്ടും എടുക്കാം. പക്ഷേ ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ വളരെ കൃത്യമായിട്ടും കോടതി പറഞ്ഞിരിക്കുന്നു, മാത്യു കുഴൽനാടൻ ഉൾപ്പെടെയുള്ള ആളുകൾ രാഷ്ട്രീയമായിട്ട് പൊതുവേദികളിൽ പറഞ്ഞ ആരോപണം, അത് നമ്മൾ ജനങ്ങളെ വിശ്വസിപ്പിക്കാവുന്ന രീതിയിൽ പല ആരോപണങ്ങളും അവർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് കോടതിയുടെ മുമ്പാകെ നിലനിൽക്കില്ല. ജനങ്ങൾക്കിടയിലേക്ക് ഈ പൊതുരംഗത്ത് എന്തും പറയാം, കവലപ്രസംഗത്തിൽ എന്തും പറയാം. അങ്ങനെ പറയുന്നൊരു കാര്യം ഇവിടെ കോടതിയുടെ മുമ്പാകെ നിലനിൽക്കില്ല എന്നാണ് കോടതി പറഞ്ഞിട്ടുള്ളത്. ഇതുവരെ ഒരു തെളിവും ഹാജരാക്കാൻ മാത്യു കുഴൽനാടന് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ രണ്ട് ഹർജിക്കാർക്കും തെളിവ് ഹാജരാക്കാൻ പറ്റിയിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൻ്റെ അർത്ഥം ഇത് അവസാനിച്ചു എന്ന് ഞാൻ പറയുമ്പോൾ ഇതിനകത്ത് ഇനി തെളിവുണ്ടോ എന്ന് നമുക്കറിയില്ല. തെളിവുണ്ട് എങ്കിൽ ഇപ്പോൾ സ്വാഭാവികമായിട്ടും പറഞ്ഞ പോലെ SFIയുടെ അന്വേഷണത്തിൽ വളരെ കൃത്യമായിട്ട് തെളിവ് വരുന്നു, അല്ലെങ്കിൽ EDയുടെ അന്വേഷണത്തിൽ തെളിവ് വരുന്നു, വന്നോട്ടെ. നമ്മൾ കുറേ കാലമായിട്ട് ഈ പിണറായി വിജയനെതിരെ വന്നിട്ടുള്ള ഈ ED അന്വേഷണവും മറ്റു കാര്യങ്ങളൊക്കെ കണ്ടത്, ഇതുവരെ തെളിവുകളൊന്നും വന്നിട്ടില്ല. അതിൻ്റെ അർത്ഥം തെളിവില്ല എന്നുള്ളത്. നമുക്ക് തെളിവില്ല എന്ന് പറയണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമുക്കറിയണം. തെളിവുകൾ ഇതുവരെയുള്ള കാര്യത്തിൽ തെളിവ് ഹാജരാക്കാൻ കഴിഞ്ഞില്ല. മാത്യു കുഴൽനാടന് അത് ഏറ്റവും വലിയ തിരിച്ചടിയാവുന്നത് കോടതിയുടെ മുമ്പാകെ ഒരു കാര്യം അവതരിപ്പിക്കുമ്പോൾ, പ്രത്യേകിച്ചൊരു അഭിഭാഷകനായിട്ടുള്ള മാത്യു കുഴൽനാടൻ അതുമായി ബന്ധപ്പെട്ട പരമാവധി തെളിവുകൾ ഹാജരാക്കേണ്ടതായിരുന്നു. അദ്ദേഹത്തിന് ഒരു തെളിവും ഹാജരാക്കാൻ പറ്റിയില്ല. അത് മാത്യു കുഴൽനാടൻ എന്ന ഹർജിക്കാരന് മാത്രമല്ല, മാത്യു കുഴൽനാടൻ എന്ന കോൺഗ്രസ് നേതാവിന് മാത്രമല്ല, കോൺഗ്രസ് പാർട്ടിക്ക് UDFന് മൊത്തമായിട്ടുള്ള ഒരു തിരിച്ചടിയായിട്ട് മാറും. കാരണം ഇത്രയും കാലവും പൊക്കിപ്പിടിച്ച് കൊണ്ടുവന്നൊരു കാര്യം അത് പെട്ടെന്നില്ലാതായിരിക്കുന്നു. ഇപ്പോൾ ശ്രീകുമാർ പറഞ്ഞില്ലേ, ഞങ്ങളിതാ ഇത് കഴിഞ്ഞില്ലല്ലോ, ഇപ്പോൾ സിംഗിൾ ബെഞ്ചിലായിട്ടുള്ളൂ, ഡിവിഷൻ ബെഞ്ച് അതങ്ങോട്ട് പോയിക്കോട്ടെ, സുപ്രീം കോടതി വരെ പോകുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ ഇതുവരെ അപ്പോൾ ആദ്യം വിജിലൻസ് കോർട്ടിലോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിലോ കൃത്യമായ എന്തെങ്കിലും തെളിവിൻ്റെ ചെറിയ അംശം പോലും ഹാജരാക്കാൻ പറ്റിയില്ല എന്നത് ഈ കേസുമായി മുന്നോട്ടേക്ക് ആരോപണം നടത്താമായിരുന്നു. അവർക്ക് രാഷ്ട്രീയമായിട്ടുള്ള ആരോപണങ്ങളൊക്കെ നടത്താം. പക്ഷേ ഈ കേസുമായിട്ട് മുന്നോട്ടേക്ക് പോകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അതിന് തെളിവ് വേണ്ടിയിരുന്നു. തെളിവില്ലാതെ വരുമ്പോൾ, ഇപ്പോൾ ഈ വാർത്ത വരുമ്പോൾ ജനങ്ങളുടെ മുമ്പാകെ എന്തായി? ഈ ജനങ്ങളുടെ മുമ്പാകെ ഇപ്പോൾ ഈ ചർച്ച കേൾക്കുന്ന ആളുകളുടെ മുമ്പിൽ എന്തായിരിക്കും അവർ തോന്നൽ? അവർക്കറിയാം ഈ തെളിവില്ലാതെ പോയി, ഉണ്ടയില്ലാത്ത വെടിയാണ് ഈ മാത്യു കുഴൽനാടൻ വെച്ചത് എന്നൊരു തോന്നലുണ്ടാക്കും. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇനി തെളിവുണ്ടാകുമോ ഇല്ലയോ എന്ന് ഞാൻ പറയുന്നില്ല. മുഖ്യമന്ത്രി ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല. കാരണം അതൊക്കെ തെളിയിക്കപ്പെടേണ്ട കാര്യങ്ങളാണ്. ഇതുവരെയുള്ള കാര്യത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ തെളിവില്ല എന്നുള്ളതുകൊണ്ട് അദ്ദേഹത്തിന് ഇനിയും അദ്ദേഹം കള്ളനാണെന്നോ കാട്ടുകള്ളനാണ് എന്നൊക്കെ രീതിയിൽ പറയുന്നത് തെറ്റായ കാര്യമാണ്. സ്ഥാപിക്കാൻ രാഷ്ട്രീയമായിട്ട് അങ്ങനെയൊക്കെ പറയാൻ പറ്റുമെങ്കിൽ പോലും അതൊരിക്കലും നിയമപരമായിട്ട് നിൽക്കില്ല. അതാണ് കോടതി. പക്ഷേ അപ്പോഴും സജീവന്റെ ഒരു ചോദ്യം, നേരത്തെ വിധിയിൽ 63ാമത്തെ പേജിൽ 63ാമത്തെ പാരഗ്രാഫിൽ പറയുന്നത്, ഇൻ ദ പ്രസന്റ് കേസ് ദ കംപ്ലൈന്റ് കുഡ് ഓൺലി പ്ലേസ് സർട്ടൻ മെറ്റീരിയൽസ് ഹൈലൈറ്റിംഗ് സസ്പീഷൻസ് ബേസ്ഡ് ഓൺ ദി അലിഗേഷൻസ് ഇൻ ദ കംപ്ലൈന്റ് ആൻഡ് നോട്ട് ഫാക്ട്സ് കോൺസ്റ്റിറ്റ്യൂട്ടിംഗ് ദി ഓഫൻസ് അലീജ്ഡ്. ഈ ആരോപിക്കപ്പെട്ടിരിക്കുന്ന കുറ്റം തെളിയിക്കുന്ന ഒരു വസ്തുതയും ഹാജരാക്കാൻ സാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, സംശയം എന്ന് തോന്നിപ്പിക്കുന്ന ചില മെറ്റീരിയലുകൾ മാത്രമാണ് തന്നത്. അങ്ങനെയുള്ള മെറ്റീരിയലിന് പുറത്തൊരു അന്വേഷണം പ്രഖ്യാപിച്ചാൽ അത് ഈ പൊതുപ്രവർത്തകരുടെ അന്തസ്സിനേൽക്കുന്ന കളങ്കമാകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ സംശയകരമായ മെറ്റീരിയൽ എന്താ? ഈ 1.72 കോടി രൂപയാണല്ലോ ഒരു പ്രധാനപ്പെട്ട വസ്തുതയായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. ഈ 1,72,00,000 രൂപ ഇല്ലാത്ത സേവനത്തിന് കൊടുത്ത പ്രതിഫലമാണ് എന്നുള്ളതും, ആ ഇല്ലാത്ത സേവനത്തിന് പ്രതിഫലമായി അത് കൊടുക്കുമ്പോൾ അതിനെന്തെങ്കിലും ഗുണം ഈ കമ്പനി അനുഭവിച്ചിട്ടുണ്ടാകാമെന്നും, അത് KREML വഴിയും അതല്ലെങ്കിൽ പ്രളയകാലത്ത് കൂടുതൽ മണലെടുക്കാനുള്ള അനുവാദം KMML കൊടുക്കുന്നത് വഴി തത്തുല്യമായ ഒരു ലാഭം പരോക്ഷമായി CMRL ഉണ്ടാകുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ പോയി എന്നൊക്കെയാണ് മാത്യു കുഴൽനാടൻ്റെ വാദം.
അപ്പോൾ ഈ ഇല്ലാത്ത കൊടുക്കാത്ത സേവനത്തിന് ലഭിച്ച വലിയ പ്രതിഫലനം എന്നുള്ളത് ധാർമ്മികമായി ഇപ്പോഴും മുഖ്യമന്ത്രിയുടെ മകളുടെ മേൽ ഒരു വലിയ ചോദ്യചിഹ്നമായി നിൽക്കുന്നുണ്ടോ സജീവൻ? അല്ല, രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ചെയ്യാത്ത സേവനത്തിന് പ്രതിഫലം കൊടുത്തു എന്നുള്ള ഒന്ന്. അത് സ്വാഭാവികമായിട്ടും ചെയ്യാത്ത സേവനത്തിന് പ്രതിഫലം കൊടുത്തിട്ടുണ്ടെങ്കിൽ രണ്ട് കമ്പനികൾ എക്സാലോജിക്കും CMRL തമ്മിലുള്ള കരാറാണ്. അത് സാധാരണഗതിയിൽ എനിക്ക് തോന്നുന്നത്, ഞാൻ പണ്ടേ ഈ ചർച്ചയിൽ അഭിപ്രായപ്പെടാറുള്ള കാര്യം, ഇത് ഒരു AMC ആവാനുള്ള സാധ്യതയുണ്ട്, ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്റ്റ്. ആ കോൺട്രാക്റ്റിൽ സേവനം ചെയ്താൽ, സാധാരണ ഒരു AMCയിലും സേവനം കിട്ടിയാൽ മാത്രമേ പ്രതിഫലം കൊടുക്കൂ എന്ന് പറയാറില്ല. അതാവാനാണ് സാധ്യത. ഞാനത് ഉറപ്പിച്ച് പറയാം. സാധാരണ AMC ഉണ്ട്, കൺസൾട്ടൻസിയും ഉണ്ട്, രണ്ടുമുണ്ട്. അതെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ കോൺട്രാക്റ്റിൽ നിങ്ങൾ ചെയ്തു തരുന്ന സേവനത്തിന് പ്രതിഫലമായി ഇത്ര തരാം എന്ന് പറയുന്നുണ്ടെങ്കിൽ ആണ് അത് തെറ്റാണെന്ന് പറയാം. അപ്പോൾ ഇതുവരെ വന്നിട്ടുള്ള വാർത്തകളിൽ അല്ലെങ്കിൽ ഇതുവരെ വന്നിട്ടുള്ള തെളിവുകൾ വെച്ചുകൊണ്ട് ഈ കോൺട്രാക്റ്റ്, ഈ രണ്ട് സ്ഥാപനങ്ങൾ തമ്മിലുള്ള കോൺട്രാക്റ്റിൽ സേവനം ചെയ്താൽ മാത്രമേ പ്രതിഫലം കൊടുക്കാവൂ എന്നുള്ള ഒരു വ്യവസ്ഥ ഉണ്ടായതായിട്ട് നമ്മൾ ആരും അറിഞ്ഞില്ല. ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയിൽ അത് പുറത്തേക്ക് വന്നിട്ടില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതൊരു പ്രശ്നം. രണ്ടാമത്തേത്, അങ്ങനെ വീണയ്ക്ക് ഈ കാശ് വെറുതെ കൊടുത്തു, അത് വേറൊരു പ്രത്യുപകാരമായിട്ട് ഇപ്പുറത്തുനിന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്തെങ്കിലും ചെയ്തു എന്നാണെങ്കിൽ താങ്കൾ തന്നെ നേരത്തെ ജയസൂര്യനോട് ചോദിച്ച പോലെ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടുണ്ടോ എന്നുള്ളതാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന്, അതായത് ഏതെങ്കിലും മുഖ്യമന്ത്രിയല്ല, പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയതിനു ശേഷം എക്സാലോജിക്കിന് CMRL കൊടുത്തിട്ടുള്ള ഈ പ്രതിഫലത്തിന് വേണ്ടിയിട്ട്, ചെയ്യാത്ത സേവനത്തിനുള്ള പ്രതിഫലത്തിന് വേണ്ടിയിട്ട് പ്രത്യുപകാരമായി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അത് ഇതുവരെ പുറത്തേക്ക് വന്നില്ല. അതുണ്ടായിരുന്നുവെങ്കിൽ അതാണ് ഇവിടെ മാത്യു കുഴൽനാടൻ കോടതിയിൽ തെളിവായിട്ട് ഹാജരാക്കുന്നത്. ഒരു കാര്യമില്ലാതെ ഇന്ന കാര്യത്തിൽ ചെയ്തു കൊടുത്തു. ശരി ശ്രീകുമാർ, നേരത്തെ അനിൽകുമാർ ഉന്നയിച്ച പ്രധാനപ്പെട്ട പ്രശ്നങ്ങളോട് താങ്കൾക്ക് പ്രതികരിക്കാം. ഒപ്പം എൻ്റെ ചോദ്യം, UDF സർക്കാരിൻ്റെ കാലത്തല്ലേ CMRLന് കരിമണൽ ഖനനം ചെയ്യാനുള്ള അനുമതി നൽകിയത്? അത് AK ആന്റണി സർക്കാരിൻ്റെ കാലത്ത്, പിന്നീട് ഉമ്മൻചാണ്ടി സർക്കാർ അത് ശരിവയ്ക്കുന്നു. പക്ഷേ പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് ഒരു മണൽ തരിയെങ്കിലും ഈ തോട്ടപ്പള്ളി ഭാഗത്തു നിന്നോ ഈ കൊല്ലത്തെ തീരമേഖലയിൽ നിന്നോ ഈ CMRLന് കൊണ്ടുപോകാൻ സാധിച്ചിരുന്നു. അപ്പോൾ CMRLന് അനുകൂലമായി നിലപാടെടുക്കാത്ത പിണറായി വിജയനെ എങ്ങനെയാണ് ഇതിൻ്റെ ഗുണഭോക്താവായി ചിത്രീകരിക്കാൻ കഴിയുക എന്നൊരു രാഷ്ട്രീയ ചോദ്യമാണ് അനിൽകുമാർ ചോദിച്ചത്. മറുപടി നോക്കൂ ഡോക്ടർ അരുൺകുമാർ, ഇവിടെ ശ്രീ അനിൽകുമാറും ശ്രീ ജയസൂര്യനും അവരുടെ പാർട്ടിയുടെ കാര്യങ്ങൾ പറയുമ്പോൾ രണ്ടു കൂട്ടരും ചില സത്യാവസ്ഥകൾ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഇവിടെ അനിൽകുമാർ പറഞ്ഞ മുഴുവൻ ചരിത്രമാണ്. താങ്കൾ ഈ ഡോക്ടർ അരുൺകുമാർ ചോദിച്ച പോലത്തെ കാര്യങ്ങൾ, അതൊക്കെ ഒരുപാട് ചർച്ച ചെയ്ത വിഷയങ്ങളല്ലേ. ഇന്നത്തെ കോടതിയുടെ പരാമർശമല്ലേ നമ്മുടെ ചർച്ച. ആ ചർച്ചയിൽ പ്രധാനപ്പെട്ട 2 പോയിന്റിലാണ് ഞാൻ ഊന്നി നിൽക്കുന്നത്. ഒന്ന്, കോടതിയുടെ പരാമർശം. ഈ ചർച്ചയിലെ ഈ 2 രാഷ്ട്രീയ നേതാക്കൾ ഉയർത്തിയ പരാമർശം. കോടതിയുടെ പരാമർശം എന്താ വെച്ചാൽ, ഇത് രാഷ്ട്രീയ പ്രേരിത കേസാണെന്നുള്ള വിജിലൻസിൻ്റെ കണ്ടെത്തൽ തെറ്റ് എന്ന് വെച്ചാൽ പിണറായി വിജയനെയും മകളെയും വളഞ്ഞിട്ടാക്രമിക്കാൻ പ്രതിപക്ഷം ശ്രമിച്ചു എന്ന ശ്രീ അഡ്വക്കേറ്റ് അനിൽകുമാറിൻ്റെ ആരോപണം തെറ്റാണ്, രാഷ്ട്രീയ പ്രേരിതമല്ല എന്നും ഈ കോടതി തന്നെയാണല്ലോ പറഞ്ഞത്. അപ്പോൾ ഒന്ന് അംഗീകരിക്കാം, മറ്റുള്ള അംഗീകരിക്കില്ല എന്ന് പറയുന്നത് ശരിയല്ല. രണ്ടാമത്തെ കാര്യം, ശ്രീ ജയസൂര്യൻ പറഞ്ഞ വിചിത്രമായ ഒരു വസ്തുതയുണ്ട്. അതായത് മാത്യു കുഴൽനാടൻ പിണറായി വിജയന് വേണ്ടി, ഇത് കേൾക്കുന്നവർക്ക് ശ്രീ ജയസൂര്യൻ വിവരമില്ലാത്ത ആളൊന്നുമല്ല, പക്ഷേ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം കൊണ്ടുവരുമ്പോൾ മനസ്സിലാകാതെ പോകുന്ന കാര്യമുണ്ട്. മാത്യു കുഴൽനാടൻ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിക്കെതിരെ, അഴിമതിക്കെതിരെയാണ് പോരാടുന്നത്. വ്യക്തികളൊന്നും ഇവിടെ പ്രശ്നമുള്ള കാര്യമല്ലല്ലോ. ഇവിടെ ഡോക്ടർ അരുൺകുമാർ ചോദിച്ചതുപോലെ തന്നെ ഇതിൽ 3 വിഷയങ്ങളുണ്ട്. ഒന്നെന്താണ്, ഇതൊരു അർദ്ധ ജുഡീഷ്യൽ സ്ഥാപനമായ ആദായ നികുതി വകുപ്പിൻ്റെ സംവിധാനമാണ് ഈ സേവനം ചെയ്യാത്തതിന് പണം എന്തിന് കൈപ്പറ്റിയെന്ന് ചോദിച്ചത്. അതൊരു ആരോപണമുള്ള വസ്തുതയാണ്. രണ്ടാമത്തെ കാര്യം, SFIO ഈ കേസ് അന്വേഷിക്കാൻ മുതിർന്നപ്പോൾ കർണാടക ഹൈക്കോടതിയിൽ അത് തടയണമെന്നാവശ്യപ്പെട്ടുകൊണ്ടല്ലേ മുഖ്യമന്ത്രിയുടെ മകളോട് ഹർജി കൊടുത്തത്. അത് ആ കോടതി തള്ളിക്കളഞ്ഞു, അന്വേഷണം നടക്കുന്നു. മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ കേരളത്തിലെ ഈ വിഷയം ചർച്ചയായി വന്നപ്പോൾ CPM കാണിച്ചൊരു അമിതാവേശമുണ്ട്. ആ അമിതാവേശം അവർക്ക് വിനയായി. കാരണം
പ്രതിപക്ഷം ഇങ്ങനൊരു വിഷയം ഉന്നയിക്കുമ്പോൾ രാഷ്ട്രീയ പ്രേരിതമല്ല എന്ന് ഇന്ന് കോടതി കണ്ടെത്തുമ്പോൾ പ്രതിപക്ഷം കൊണ്ടുവന്ന ഈ വസ്തുതകളെല്ലാം ജനങ്ങളുടെ മനസ്സിൽ കിടപ്പുണ്ട്. അത് ജനങ്ങളുടെ മനസ്സിൽ കിടക്കുമ്പോൾ നിശബ്ദമായ ഒരു അടിയൊഴുക്ക് അവിടെ നടക്കുന്നുണ്ട് ജനമനസ്സിൽ. അവരുടെ മനസ്സിലൊരു വിധി ഉണ്ടായിട്ടുണ്ട്. ആ വിധി കഴിഞ്ഞ ചില തെരഞ്ഞെടുപ്പുകൾ നമ്മൾ കണ്ടു. അതുമാത്രവുമല്ല, ഇക്കാര്യത്തിൽ പാർട്ടി സമ്മേളനങ്ങൾ നടന്നപ്പോൾ മാസപ്പടി എന്നുള്ള വലിയൊരു ആരോപണം വന്നിട്ട് സംസ്ഥാന കമ്മിറ്റിയിൽ ഈ വിഷയം ചർച്ച ചെയ്യാതെ നോക്കാൻ CPI ശ്രമിച്ചല്ലോ. അതും കഴിഞ്ഞ് വിധി വന്നപ്പോഴെന്താണ്, കൂട്ടത്തോടെ CPM നേതാക്കൾ രംഗത്ത് വരുന്നു. ഇതൊക്കെ കാണിക്കുമ്പോൾ എന്താണ്, രാഷ്ട്രീയ പ്രേരിതമല്ല എന്നൊരു കോടതി വിധി പരാമർശം വന്നെങ്കിൽ, രാഷ്ട്രീയ പ്രേരിതമല്ലെങ്കിൽ അത് വലിയ സംഭവമല്ലേ, UDFന്റെ വിജയമല്ലേ ഡോക്ടർ അരുൺകുമാർ. രാഷ്ട്രീയ ഡോക്ടർ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയ പ്രേരിതമല്ല, വിജിലൻസ് അന്വേഷണമാകാം എന്ന് പറയുമ്പോഴല്ലേ UDF വിജയമാവുക ശ്രീകുമാർ. അല്ല ഞാൻ പറയട്ടെ, വിജിലൻസ് അന്വേഷണം നടത്തിയാലും നടത്തിയില്ലെങ്കിലും നമുക്കറിയാലോ. കഴിഞ്ഞ ആഴ്ച ഒരു വിജിലൻസ് അന്വേഷണത്തിൻ്റെ ക്ലീൻ ചിറ്റ് കൊടുത്തു ഒരു മുൻ ADGPക്ക്. വിജിലൻസ് അന്വേഷണം നിൽക്കട്ടെ, അതിപ്പോൾ നമുക്ക് പറയാം, വാദത്തിന് വേണ്ടി പറയാം. വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയ ഹൈക്കോടതി നൽകിയ ഹർജി, കോൺഗ്രസ് നേതാവിൻ്റെ ഹർജി, മാത്യു കുഴൽനാടൻ MLA യുടെ ഹർജി, ഒരുപാട് ആരോപണ വിധേയനായ മാത്യു കുഴൽനാടൻ്റെ ഹർജി തള്ളി എന്നൊക്കെ പറയാം. അത് വാദിച്ചോളൂ, കുഴപ്പമില്ല. പക്ഷേ ഇത് രാഷ്ട്രീയ പ്രേരിതമായിട്ടാണ് ഹൈക്കോടതിയിലേക്ക് കോൺഗ്രസ് നേതാവ് വന്നതെന്ന് ഹൈക്കോടതി പറയാത്രത്തോളം കാലം രാഷ്ട്രീയ പ്രേരിതമല്ല. അവിടെയാണ് ഇവിടെ ഡോക്ടർ അനിൽകുമാർ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ഏതൊരു ഡയറിയിലത്തെ കുറേ പേരുകളിൽ അതിൽ PV ആരാണെന്ന് എന്തിനാണ്, അങ്ങനെയാണെങ്കിൽ ഇവർ പറഞ്ഞതിനാ കുഞ്ഞാലിക്കുട്ടി വാങ്ങി, OC വാങ്ങി, RC വാങ്ങി എന്നൊക്കെ പറഞ്ഞില്ലേ, അവരുടെയൊക്കെ കയ്യിൽ റെസീറ്റ് ഉള്ളതല്ലേ. അപ്പോൾ അവിടെ PV എന്നുള്ളത് പറയുമ്പോൾ തെറ്റും, RC OC എന്ന് പറയുന്നത് ശരിയും. ഇതൊക്കെയാണ് ജനങ്ങൾ കണ്ടിട്ടുള്ളത്. ഇത് ജനങ്ങൾ ഈ ഉമ്മൻചാണ്ടിയുടെ വാങ്ങിയ പണത്തിന് റെസിപ്റ്റ് ഇല്ല കേട്ടോ. രമേശ് ചെന്നിത്തല വാങ്ങിയ പൈസയുടെ കാര്യത്തിൽ റെസിപ്റ്റ് ഒന്നും പുറത്തു വന്നിട്ടില്ല. താൻ വാങ്ങിയിട്ടുണ്ടെന്ന് അംഗീകരിക്കുകയും ചെയ്തത്. അത് രണ്ട് നേതാക്കളെ അംഗീകരിച്ചിട്ടുള്ളൂ, രമേശ് ചെന്നിത്തലയും കുഞ്ഞാലിക്കുട്ടി. ഡോക്ടർ അരുൺ, കോൺഗ്രസ് നേതാക്കളാരും ഞാനല്ല RC, ഞാനല്ല മറ്റേ PK എന്നൊന്നും അല്ല എന്നൊന്നും നിഷേധിച്ചിട്ടില്ല. PV ആരാണെന്ന് ചോദിച്ചപ്പോൾ PV ആരാണെന്ന് ഇന്നേ വരെ നമുക്കറിയില്ലല്ലോ. ആ ചോദ്യം ജനങ്ങളുടെ മനസ്സിലുണ്ടോ? അത് നീക്കാൻ CPMന് പറ്റിയോ? ഇതുവരെ പറ്റിയോ? ഇല്ല. എന്ന് പറഞ്ഞപ്പോൾ രമേശ് ചെന്നിത്തല ആദ്യം വന്ന് പറയുന്നത് റിപ്പോർട്ടർ ചാനലിനോടാണ്. റിപ്പോർട്ടർ ചാനലിന് തരുന്ന ബൈറ്റിലാണ് ആദ്യം രമേശ് ചെന്നിത്തല പറയുന്നത്, ഞാൻ CMRൽ നിന്ന് പൈസ വാങ്ങിയിട്ടുണ്ട്, പാർട്ടിക്ക് വേണ്ടി വാങ്ങിയ സംഭാവനയാണത്, അത് കൃത്യമായ പാർട്ടിയിൽ ഞാൻ അടയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം കുഞ്ഞാലിക്കുട്ടി പറയുന്നു അത് വാങ്ങിയിട്ടുണ്ടാവും, തെരഞ്ഞെടുപ്പിന്റെ പ്രചരണവുമായി ബന്ധപ്പെട്ട് വിവിധ ആളുകൾ പണം നൽകാറുണ്ട്. ഇവരാരും അത് നിഷേധിച്ചില്ല, PV മാത്രമേ നിഷേധിച്ചുള്ളൂ. ഉമ്മൻചാണ്ടി നിഷേധിക്കാൻ ഇപ്പോൾ ജീവനോടെയില്ല. ഇബ്രാഹിം കുഞ്ഞിന്റെ കാര്യത്തിലാണെങ്കിൽ അതൊരു പക്ഷേ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞതോടുകൂടി നമുക്കത് വിഷയത്തിലെടുക്കാം. ഈ പേരുകളിൽ PV മാത്രമാണ് ഇനിയും അത് നിഷേധിച്ചു നിൽക്കുന്നത്. അല്ല, ഞങ്ങൾക്ക് ആ ശീലമില്ല. ഉമ്മൻചാണ്ടി ചെയ്ത പോലെ, കുഞ്ഞാലിക്കുട്ടി ചെയ്ത പോലെ, ഇബ്രാഹിം കുഞ്ഞ് ചെയ്ത പോലെ, ചെന്നിത്തല ചെയ്ത പോലെ കള്ളപ്പണം ചുമന്നുകൊണ്ട് പോകുന്ന പരിപാടി ഞങ്ങൾക്കില്ല. അത് ഞങ്ങൾ ഇലക്ട്രൽ ബോണ്ട് വാങ്ങാത്തവരല്ലേ, ഞങ്ങളെക്കുറിച്ച് എല്ലാവർക്കും അറിയാമല്ലോ. മാത്രമല്ല, ഈ പണം കള്ളപ്പണമായിട്ടാണ് കൊണ്ടുപോകുന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അത് മാന്യതയാണോ? ആ പണം ഇലക്ഷൻ കമ്മീഷൻ കൊടുത്ത കണക്കിലില്ല, കോൺഗ്രസിന്റെ കണക്കിലില്ല. അത് മാന്യതയാണോ? അങ്ങനത്തെ പണം കോൺഗ്രസ് ഓഫീസിൽ കിട്ടിയതായിട്ട് ഒരു രേഖയും കോൺഗ്രസ് ഹാജരാക്കിയിട്ടില്ല. അപ്പം ഇത് കള്ളപ്പണം കൈകാര്യം ചെയ്യുന്ന എന്തിനു വേണ്ടി? ഇതാണ് ചോദ്യം. ഇനി ഈ ചർച്ചയിൽ ബഹുമാനപ്പെട്ട BJP നേതാക്കന്മാർ പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഞാൻ അവരോട് ചോദിക്കുന്നത്. ഈ കരിമണ കമ്പനിയിൽ നിന്നും കുറെ മാധ്യമങ്ങൾ കുറെ പണം കൊണ്ടുപോയെന്ന് ആ കടലാസ കണ്ടു, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് കടലാസ കണ്ടു. ഒരു മാധ്യമം ഈ കരിമണൽ കമ്പനിക്ക് അനുകൂലമായി മുഖപ്രസംഗം എഴുതിയിട്ടുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ അത്? ആ മാധ്യമത്തിന്റെ പേരാണ് ജന്മഭൂമി. ഈ കരിമണൽ കമ്പനിക്ക് അനുകൂലമായി മുഖപ്രസംഗം എഴുതിയ കേരളത്തിലെ ഏക മാധ്യമം ജന്മഭൂമി പത്രമാണ്. ആ മുഖപ്രസംഗം എഴുതിയതിൽ പ്രതിഷേധിച്ച് അതിന്റെ എഡിറ്ററായിരുന്ന ഹരിയസ് കർത്ത, ആരിഫ് മുഹമ്മദ് ഖാന്റെ ആഫീസിൽ രാജ്ഭവനിൽ നിങ്ങൾ ജോലി കൊടുത്ത ഹരിയസ് കർത്ത രാജിവെച്ചു. വീണ്ടും അദ്ദേഹം ജോലിക്ക് കയറി. അപ്പോഴാണ് അദ്ദേഹം അവധിയായിരുന്ന ദിവസം കുഞ്ഞാലിക്കുട്ടിയെ പ്രകീർത്തിച്ചുകൊണ്ട് കരിമണൽ കമ്പനിക്ക് അനുകൂലമായി മറ്റൊരു ലേഖനം ജന്മഭൂമിയിൽ വന്നു. അല്ല, കുഞ്ഞാലിക്കുട്ടിക്കെതിരായിട്ട് ഇദ്ദേഹം ഒരു ലേഖനം എഴുതി. കുഞ്ഞാലിക്കുട്ടിക്കെതിരായിട്ട്, കരിമണൽ കമ്പനിക്കെതിരായിട്ട് ലേഖനം എഴുതിയത് ഇദ്ദേഹത്തെ പുറത്താക്കി. ജന്മഭൂമി ഹരിയസ് കർത്താവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് എടുത്ത് വായിക്ക്. അപ്പൊ ഈ കേരളത്തിൽ ഈ കരിമണൽ കമ്പനിയിൽ നിന്ന് പൈസ അടിച്ചുകൊണ്ട് പോകുന്ന കൂട്ടരായിരുന്നു ജന്മഭൂമിയും BJPയും.
നിങ്ങളുടെ ഒന്നും പേരില്ലാതെ വെള്ളക്കടലാസ കുറെ പേരുടെ പേരെഴുതി വെച്ചിട്ട് അതിന്റെ അറ്റത്ത് PV എന്ന് എഴുതി വെച്ചാൽ അതൊന്നും ഞങ്ങളുടെ തലയിൽ കയറുകയില്ല. ഇനി മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയുമായി ബന്ധപ്പെട്ട കാര്യം എന്താണ് വസ്തുത? മുഖ്യമന്ത്രിയുടെ മകള് ഒരു IT കമ്പനി നടത്തുന്നു. വിവിധ സ്ഥാപനങ്ങളുമായി അവർ ബിസിനസ് ട്രാൻസാക്ഷനിൽ ഏർപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്കൊരു കമ്പനിക്ക് ഒരു കരാർ കിട്ടിയാൽ ആ കരാർ ഓണർ ചെയ്യാൻ പറ്റുന്ന ജോലിക്കാരെ അവർ നിയമിക്കും. അങ്ങനെ ഒരു ജോലിക്കാരെ നിയമിച്ചത്, അതിന്റെ ഭാഗമായി ശമ്പളം കൊടുത്തത് അടക്കം എന്തെല്ലാം രേഖകൾ പൊതുമണ്ഡലത്തിൽ ലഭ്യമാണ്. അല്ല തൽക്കുമാർ, എനിക്കൊരു സംശയമുള്ളത്, ഈ പൊതുസമൂഹത്തിന് ഒരു വലിയ സംശയമായി മാറുന്നത് 2017 മുതൽ 2020 വരെയുള്ള കാലയളവിലാണല്ലോ. വീണാ വിജയന്റെ എക്സാലോജിക് എന്ന കമ്പനി വാർഷിക പരിപാലന കരാർ എന്നതിന്റെ പേരിൽ ആനുവൽ മെയിന്റനൻസ് കോൺട്രാക്റ്റും കൺസൾട്ടൻസിയും CMRLുമായി ഏർപ്പെടുന്നത്. ഇതിൽ വീണാ വിജയന് മാത്രം 5 ലക്ഷം രൂപ കൊടുത്തു, മാസം കൊടുത്തു. അതെന്തിന്? അതെ, ഞാൻ പറയുന്നത് നിങ്ങളും ദയവായി കേൾക്കൂ. ഒരു മാധ്യമം, ഒരു സ്ഥാപനം ഒരു കരാർ ഏറ്റെടുത്ത് കഴിയുമ്പോൾ ജോലിക്കാരടക്കം ആളുകളെ നിയമിക്കുമല്ലോ. നമ്മളിപ്പോൾ ഒരു കോൺട്രാക്ടർ ഒരു പാലം പണിക്ക് ടെൻഡർ എടുത്താൽ ആ പാലം പണി നടത്താനുള്ള ജോലിക്കാരെ അയാൾ നിയമിക്കത്തില്ലേ? ഇവരും അങ്ങനെ ആളുകളെ നിയമിച്ചിട്ടുണ്ട്, അവർക്ക് ശമ്പളം കൊടുത്തിട്ടുണ്ട്. അതാണ് രേഖ കൊടുക്കാതെയാണോ ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ മകൾക്ക് 5 ലക്ഷം രൂപ പക്ഷേ ചെയ്യാത്ത സേവനത്തിന് കൊടുത്തു എന്നുള്ളതാണ് പ്രതിപക്ഷം ഉയർത്തുന്ന ആരോപണം. പറയട്ടെ, നിങ്ങൾ കേൾക്കണില്ല. അത് തന്നെ പ്രതിപക്ഷത്തിന്. ആ പ്രതിപക്ഷത്തിനുള്ള മറുപടി പറയട്ടെ. ഒന്ന്, ജന്മഭൂമിക്കാരന്റെ ആ മുഖപ്രസംഗം എഴുതിയത് പിണറായി വിജയന്റെ മകൾക്ക് കരാർ കൊടുത്തതിന് വേണ്ടിയാണോ? ജന്മഭൂമി ഈ കമ്പനിയെ അഭിനന്ദിച്ച് മുഖപ്രസംഗം എഴുതിയത് പിണറായി വിജയന്റെ മകൾക്ക് കരാർ കൊടുത്തതിനാണോ? രണ്ടാമത്തെ എന്റെ ചോദ്യം, ബഹുമാനപ്പെട്ട AK ആന്റണി മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ സ്വകാര്യ മേഖലയിൽ കോൺഗ്രസ് എതിർത്തിട്ടും അത് ചൂണ്ടിക്കാണിക്കണം. താങ്കൾ പോകുന്നതിന് മുൻപ് ഒരു നിമിഷം ഒന്ന് വഴങ്ങണം. എന്താണ് ജയസൂര്യൻ, അങ്ങനെ ജന്മഭൂമി എഴുതിയിട്ടില്ല എന്നുണ്ടോ? അല്ല, ജന്മഭൂമിയെ സംബന്ധിച്ചിട്ടുള്ള ഈ ആരോപണം അനിൽകുമാർ ഇപ്പോഴാണല്ലോ പറയുന്നത്. ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു ആരോപണം ഉണ്ടായിട്ടില്ലല്ലോ. ഞാൻ ചോദിക്കട്ടെ, ജന്മഭൂമിക്കോ BJPക്കോ ബന്ധപ്പെടുത്താൻ പറ്റുന്ന എന്തെങ്കിലും തെളിവുണ്ടായിരുന്നെങ്കിൽ ഇവിടുത്തെ ഇടതുപക്ഷവും വലതുപക്ഷവും എത്രമാത്രം വലിയ പ്രക്ഷോഭം ഉണ്ടാക്കുമായിരുന്നു. അപ്പോ യാതൊരു വിധത്തിലും അന്ന് പറയാതെ ഇപ്പോൾ ഇത് കൊണ്ടുവരുന്നതുകൊണ്ടാണ്. ഇതിപ്പോ ഞാൻ ഇത് ഒത്തുകളിയാണെന്ന് പറഞ്ഞതിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടി കൊണ്ടിരുന്ന മറ്റൊരു തന്ത്രം എന്നല്ലാതെ അതിനപ്പുറം ഒരു കാര്യവുമില്ല. ഇത് പ്രകീർത്തിച്ച് എഴുതിയിട്ടില്ല എന്നൊരു വാദം ഉണ്ടെങ്കിൽ അത് നമുക്ക് ഖണ്ഡിക്കാം. അതല്ലെങ്കിൽ അതിനെ താങ്കൾ ആരോപണമായിട്ട് ഉന്നയിച്ചോളൂ. ഞാൻ അങ്ങയുടെ അവസരത്തിൽ വരാം. അനിൽകുമാർ, ഞാൻ കൃത്യമായിട്ട് പറയാം. ഞാൻ ചാനൽ ചർച്ചകളിൽ 50 തവണയെങ്കിലും പറയട്ടെ, 50 തവണയെങ്കിലും ഉന്നയിച്ച കാര്യമാണിത്. എനിക്ക് അടിസ്ഥാനമായിട്ടുള്ളത് ഹരിയസ് കർത്താവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ്. ഹരിയസ് കർത്താവ് BJPയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്നു, ജന്മഭൂമിയുടെ എഡിറ്ററായിരുന്നു. അദ്ദേഹം എഴുതിയ ഫേസ്ബുക്ക് പോസ്റ്റാണ്. ആ ഫേസ്ബുക്ക് പോസ്റ്റ് വെച്ചാണ് ഞാൻ വർത്താനം പറയുന്നത്. നിങ്ങൾക്കിപ്പോഴും ഹരിയസ് കർത്താവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ലഭ്യമാണ്. ബഹുമാനപ്പെട്ട ജയസൂര്യൻ ഒന്ന് വായിച്ചു നോക്കൂ. ഞാൻ ഇന്ന് പുതുതായിട്ട് ചലഞ്ച് ചെയ്യാം. താങ്കൾ പുകമറ സൃഷ്ടിക്കുകയാണ്. അവിടെ ഇതാണ് ഹരിയസ് കർത്താവ് എന്താണ് പറഞ്ഞത് എന്ന് പറയാത്തിടത്തോളം കാലം താങ്കൾ പുകമറ സൃഷ്ടിക്കുകയാണ്. പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞുതരാം. ഫേസ്ബുക്ക് പോസ്റ്റിൽ എഴുതിയ എന്തെന്ന് ഞാൻ പറയാം. ഈ ജന്മഭൂമി പത്രത്തിൽ ഒരു തവണ ഈ കരിമണൽ അനുകൂലിച്ചുകൊണ്ട് ഒരു മുഖപ്രസംഗം എഴുതി. അന്ന് ഹരിയസ് കർത്ത ആ കമ്പനി, അദ്ദേഹം എഡിറ്ററായിരുന്നു. അദ്ദേഹം ഇല്ലാത്തപ്പോൾ അവധിയായിരുന്നപ്പോൾ മുഖപ്രസംഗം വന്നു. അദ്ദേഹം രാജിവെച്ചു. അതിനുശേഷം സംഭവിച്ചത് അദ്ദേഹത്തെ വീണ്ടും അപ്പോയിന്റ് ചെയ്തു. കഴിഞ്ഞപ്പോൾ കുഞ്ഞാലിക്കുട്ടി ഉംറയ്ക്ക് പോയിട്ട് തിരിച്ചു വന്നപ്പോൾ കുഞ്ഞാലിക്കുട്ടിയും കരിമണൽ കമ്പനിയായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് ഇദ്ദേഹം ഒരു ലേഖനം എഴുതി. ജന്മഭൂമി തന്നെ പുറത്താക്കി. എന്നിട്ട് ഹരിയസ് കർത്താവിന്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് പറയുന്നത്, ഞാനും ഒരു കർത്താവാണ്, ഒരു കർത്താവിനെതിരെ ഒരു ലേഖനം എഴുതിയതിന് പുറത്താക്കപ്പെട്ട കർത്താവാണ് ഞാൻ. ആരിഫ് മുഹമ്മദ് ഖാന്റെ ആഫീസിലെ PRO ആയിരുന്നല്ലോ നിങ്ങളുടെ സംസ്ഥാന കമ്മിറ്റി അംഗം. നിങ്ങൾക്ക് പരിചയമില്ല ഹരിയസ് കർത്തായെ? ഒന്നും ചെയ്ത് ഫേസ്ബുക്കിൽ നിന്ന് എടുത്ത് നോക്കി. ഇത് ആധികാരികമായിട്ടല്ലേ പറയണത്. ഞാൻ ഗോപാലകൃഷ്ണൻ പറഞ്ഞ പോലെ മാപ്പ് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ മാപ്പ് പറയേണ്ട കേസല്ല. ഇത് ഹരിയസ് കർത്താവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ്, നമ്മുടെ പൊതുമണ്ഡലത്തിലുണ്ട്. ഇത് ഞാനൊരു 50 തവണ ചാനൽ ചർച്ച പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് രാത്രി പറയുന്ന കാര്യമല്ല. പിന്നെ കോൺഗ്രസ് പകുതിയുടെ മനസ്സിൽ നിന്നുള്ള കാര്യയുടെ പുറത്തു വന്നു. ഞാൻ അദ്ദേഹത്തെ നന്ദി പറയുകയാണ്. ബഹുമാനപ്പെട്ട ശ്രീകുമാർ സാറിനോട് നന്ദി പറയുകയാണ്. എന്താ നന്ദി?
തെളിവൊന്നുമില്ലെങ്കിലും സത്യമൊന്നുമില്ലെങ്കിലും ജനങ്ങളുടെ മനസ്സിലൊരു സംശയം ഉണ്ടാക്കി. അത് മാധ്യമ പിന്തുണയോടെയാണ്. ഈ മാസപ്പടി എന്നൊരു വാക്ക് തന്നെ ഉണ്ടാക്കിയത് മാധ്യമങ്ങളല്ലേ? അങ്ങനല്ലേ? മാധ്യമ പിന്തുണയോടെ ഇടതുപക്ഷത്തെ ആക്രമിക്കുക. പക്ഷെ ആക്രമിച്ചിട്ട് നിങ്ങൾ തോക്കുകയാണല്ലോ, നിങ്ങൾ പുറകോട്ട് പോവാണല്ലോ. ഈ പിണറായി വിജയൻ 9 കൊല്ലമായിട്ടല്ലേ ഭരിക്കുന്നത്. ഇനിയും തുടർഭരണം കിട്ടുമെന്നല്ലേ മുല്ലപ്പള്ളി ശശി തരൂരും പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം ഇത്രയേ ഉള്ളൂ, ഒരു കള്ളത്തരത്തിനും കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ നിൽക്കക്കള്ളിയില്ല. ഞാൻ വീണ്ടും വീണ്ടും സതീശനെ വെല്ലുവിളിക്കുന്നു. AI ക്യാമറ കാര്യത്തിലും K-ഫോൺ കാര്യത്തിലും ഇപ്പൊ ഇതിന്റെ കാര്യത്തിലും കോടതിയിൽ പോകണം. നിങ്ങൾക്ക് പൈസ ഇല്ലേ എന്ന് പറഞ്ഞാൽ മതി, പൈസ ഉണ്ടാക്കി തരാം. വെല്ലുവിളിക്കുന്നു സതീശനെ, വെല്ലുവിളിക്കുന്നു ചെന്നിത്തലയെ. SFI അന്വേഷണ റിപ്പോർട്ടിനെ കുറിച്ച് ഞാൻ ആദ്യം തന്നെ പ്രതികരിച്ചിട്ടുണ്ട്. ഒരു ചുക്കും ചെയ്യില്ല എന്ന് മാത്രമല്ല, എന്താണ് SFIO എന്ന് പറയുന്നത് മനസ്സിലാക്കണം. സീരിയസ് ഫ്രോഡിന്റെ നിർവചനം വായിക്കണം. സീരിയസ് ഫ്രോഡ് എന്ന് പറയുന്നത് പണം കൈപ്പറ്റിയ കമ്പനിക്കെതിരായ അന്വേഷണമല്ല. പണം ഏതു കമ്പനിയിൽ നിന്നാണോ പോയത് ആ കമ്പനിയുടെ ഡയറക്ടർമാർ ഒത്തുകളിച്ചാൽ മാത്രം ബാധകമാകുന്നതാണ് ഓഹരി ഉടമകളെ പറ്റിക്കുന്ന സീരിയസ് ഫ്രോഡ്. ഒരു മിനിറ്റ് മാത്രമേ സമയമുള്ളൂ. ജയസൂര്യനും 1 മിനിറ്റ് മാത്രം സമയം. ജയസൂര്യൻ ഈ ആരോപണത്തിനുള്ള മറുപടി 1 മിനിറ്റിൽ ഒതുക്കണം, സമയത്തിന് പരിമിതി ഉള്ളതുകൊണ്ടാണ്. ഈ ആരോപണം തികച്ചും അടിസ്ഥാനരഹിതമാണ്. കരിയസ് കർത്തായെ ഇതുമായിട്ട് ബന്ധപ്പെടുത്തേണ്ട കാര്യമില്ല. അത് കരിമണലുമായിട്ട് ബന്ധപ്പെട്ടോ CMRMലുമായിട്ട് ബന്ധപ്പെട്ടോ ഏതെങ്കിലും കർത്തായുമായി ബന്ധപ്പെട്ടോ ഉള്ള സംഭവമേ അല്ല. ഇത് ഇടതുപക്ഷ ആരോപണം മാത്രമാണ്. ഇപ്പോൾ പിടിച്ചു നിൽക്കാൻ നിൽക്കക്കള്ളിയില്ലാതെ വരുമ്പോൾ ഹരിയസ് കർത്തായെ കൊണ്ടിരുന്നു, ജന്മഭൂമിയെ കൊണ്ടിരുന്നു. അങ്ങനെയാണ് എങ്കിൽ ഇത്രയും പേരുടെ പേരെഴുതി വെച്ച ഏതെങ്കിലും തുണ്ട് കടലാസിൽ ജന്മഭൂമിയുടെയോ BJPയുടെയോ ഹരിയസ് കർത്തായുടെയോ പേര് വേണ്ടേ? എന്തുകൊണ്ടാ ഇല്ലാത്തത്? ജന്മഭൂമിയുടെയും BJP നേതാവിന്റെയും പേര് വരുമെന്ന് നമ്മൾ വിശ്വസിക്കണോ ജയസൂര്യൻ? BJP എഴുതുന്നതല്ലോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ ED എഴുതുന്നതല്ലോ. എന്താ നിങ്ങൾ അങ്ങനെ പറയുന്നത്? ബാക്കിയെല്ലാം വിശ്വസിക്കാമെങ്കിൽ എന്തുകൊണ്ട് ഇത് വിശ്വസിക്കില്ല? പേരുണ്ടോ, കർത്താവിന്റെ പേരുണ്ടോ? ഈ ഇന്നത്തെ വിഷയത്തിൽ മാത്യു കുഴൽനാടന് പിന്തുണയുമായി ഒരുപാട് കോൺഗ്രസ് നേതാക്കളെ നമ്മൾ കണ്ടില്ല. VD സതീശൻ മാത്രം വന്ന് ഒന്ന് തൊട്ട് തലോടി പറഞ്ഞു എന്ന് വരുത്തിപ്പോയി എന്ന് മാത്രമേ ഉള്ളൂ. യഥാർത്ഥത്തിൽ ഈ ഹർജി കോൺഗ്രസിലെ മറ്റു നേതാക്കൾക്ക് താല്പര്യമില്ലായിരുന്നു എന്നത് വ്യക്തമല്ലേ? നിയമസഭയിൽ ഈ വിഷയത്തിൽ പ്രതിരോധിക്കാൻ മാത്യു കുഴൽനാടൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. തീർച്ചയായിട്ടും മാത്യു കുഴൽനാടൻ ഈ കേസുമായിട്ട് വരുമ്പോഴും അതിനു മുമ്പേ രാഷ്ട്രീയമായിട്ട് ഈ കാര്യം ഉയർത്തുമ്പോഴൊക്കെ അദ്ദേഹത്തിന് മുന്നിൽ കോൺഗ്രസ്സുകാർ ആരും കാര്യമായിട്ടുണ്ടായിരുന്നില്ല. കാരണം അതിന് ഒരു പ്രധാനപ്പെട്ട കാരണം നേരത്തെ പറഞ്ഞ ലിസ്റ്റിൽ പേരുള്ള പല ആളുകളും ഈ വിഷയം വെറുതെ എടുത്ത് സ്വയം പ്രശ്നത്തിലേക്ക് പോകേണ്ട എന്നുള്ള ധാരണ പല നേതാക്കന്മാർക്കും ഉണ്ടായിരുന്നു. മാത്യു കുഴൽനാടൻ ഇവിടെ ഈ അവസാന ഘട്ടത്തിൽ അദ്ദേഹത്തെ പിന്തുണച്ചിട്ടും കാര്യമില്ല. കാരണം തെളിവുകളില്ലാതെ, മതിയായ തെളിവുകൾ ശേഖരിക്കാതെ ഒരു കേസുമായി പോയിട്ട് പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കി എന്നൊരു പ്രശ്നം കൂടിയുണ്ട്. അപ്പോൾ സത്യത്തിൽ ഇത് ഇപ്പോൾ അവസാനം പിന്തുണയ്ക്കാത്തതല്ല, ആദ്യം പിന്തുണയ്ക്കാത്തതാണ് സത്യത്തിൽ വിശ്വസിക്കുന്നതാണ് ഈ കോൺഗ്രസ്സുകാരുടെ താല്പര്യങ്ങൾ, മറ്റ് സ്വകാര്യ താല്പര്യങ്ങൾ കാണേണ്ടതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, താങ്ക് യു അഡ്വക്കേറ്റ് K. അനിൽകുമാർ, താങ്ക് യു N. ശ്രീകുമാർ, താങ്ക് യു അഡ്വക്കേറ്റ് S. ജയസൂര്യൻ, A. സജീവൻ ചർച്ചയിൽ ചേർന്നതിന്. ഇനി Debate with Dr. Arun Kumar.